second. Hello everyone, welcome to a new session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ പേപ്പറിലെ ലാസ്റ്റ് ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ എക്സാംസ് ഒക്കെ തുടങ്ങാറായി. നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ്, ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു പേപ്പറിൽ ഉള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് അറിയാം, കൺസെപ്ച്വലൈസേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം. അപ്പൊ ഈ ഒരു പാഠത്തില് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ കവർ ചെയ്യേണ്ട ചില ഭാഗങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മീനിങ് ഓഫ് ലാംഗ്വേജ് അക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ജോയിൻ ആവുന്നവരെ ഹോസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് അഡ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താണ് മീനിങ്? അറ്റംപ്റ്റിംഗ് ടു ഡെവലപ്പ് ലാംഗ്വേജ് എബിലിറ്റി. നമ്മുടെ ഭാഷയെ കൈകാര്യം ചെയ്യാനുള്ള ഒരു എബിലിറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാംഗ്വേജ് അക്രോസ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് സൊസൈറ്റിയുമായിട്ട് ഡീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ലാംഗ്വേജിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഈ ലാംഗ്വേജ് നമ്മളെ എല്ലാ തരത്തിലും ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ്, ഈ ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിനെയാണ് നമ്മൾ LAC എന്ന് പറയുന്നത് കേട്ടോ. പല ഷോർട്ട് ഫോംസും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്താണ് LAC, എന്താണ് CALP, ഒരുപാട് ഷോർട്ട് ഫോംസ് ഈ ഒരു പേപ്പറിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ തുടർന്ന് ഉള്ള സ്ലൈഡ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഈ LAC എന്ന് പറയുന്നത് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ആണ് കേട്ടോ. നെക്സ്റ്റ്, ഇംപ്രൂവ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻ ഓൾ സബ്ജക്ട്സ്. ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അതിൽ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യണം. അത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാൻ നമ്മളെ എല്ലാ തരത്തിലും സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കണ്ടിട്ടുള്ള വേറൊരു ഭാഗം പോലെ എയിം, ഇമ്പോർട്ടൻസ്, നീഡ് എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതിൽ എന്തായാലും 1 or 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ അല്ലേ ഞാൻ പറയുന്നേ? ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇപ്പൊ ഓക്കെ ആണോ? നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ എന്താണ് ലാംഗ്വേജ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് വളരെ അധികം ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിന്റെ ഗോൾസ് ഞാൻ ഒരു 5-6 ഗോൾസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് നിങ്ങൾക്ക് സെയിം പോയിന്റ്സ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങളതായിട്ടുള്ള രീതിയിൽ ഒന്നും കൂടെ നോർമലൈസ് ചെയ്ത് എഴുതിയാലും കുഴപ്പമില്ല. First goal, to support language development in each child and give feedback about their progress. നമ്മുടെ കുട്ടികളെ, നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഓരോ ഇൻഡിവിജ്വലിനെയും അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആസ് എ ടീച്ചർ എല്ലാ തരത്തിലും കുട്ടികളെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതോടുകൂടെ തന്നെ കുട്ടികളുടെ ഓരോ സ്റ്റേജിലും അവർക്ക് പ്രോഗ്രസ് ഉണ്ടോ, അവര് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് കൂടെ കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അത് ആ കുട്ടീനെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാൻ സഹായിക്കും. അതാണ് ഫസ്റ്റ് ഗോൾ. നെക്സ്റ്റ്, ടു സപ്പോർട്ട് സ്റ്റുഡൻസ് ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് മേക്ക് ദം ഗെറ്റ് സക്സസ് ഇൻ അക്കാഡമിക് ലേണിംഗ്. കുട്ടികളെ അവരെ പഠനത്തില് എല്ലാ തരത്തിലും എന്താ പറയാ സക്സസ് ആക്കാൻ വേണ്ടിയിട്ടും അവരുടെ ലിംഗ്വിസ്റ്റിക് എബിലിറ്റിയിലെ അവരുടെ ലേണിംഗ് എബിലിറ്റീനെ ഇംപ്രൂവ് ചെയ്യാനും അവരെ കമ്മ്യൂണിക്കേഷനിൽ ഒരു നെക്സ്റ്റ് എന്താ പറയാ ഒരു പ്രോഗ്രസ് കൊണ്ടുവരാനും കുട്ടികൾക്ക് എല്ലാ തരത്തിലും ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിന്റെ നെക്സ്റ്റ് ഗോൾ. തേർഡ് വൺ, ടു ഇംപ്രൂവ് ബേസിക് ലാംഗ്വേജ് സ്കിൽസ്. 4 ലാംഗ്വേജ് സ്കിൽസ് ആണ് ബേസിക് ആയിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഇതിനെ നമ്മൾ LSRW എന്നാണ് കേട്ടോ പറയുന്നത്. ഈ 4 ബേസിക് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നതാണ് നെക്സ്റ്റ് ഗോൾ. ഫോർത്ത് വൺ ഈസ് ടു ഡെവലപ്പ് തിങ്കിങ് പ്രോസസ് ഓഫ് ചിൽഡ്രൻ.
കുട്ടികളിലെ ചിന്ത അല്ലെ, അവരുടെ ചിന്തിക്കാനുള്ള ഒരു കഴിവിനെ എല്ലാ തരത്തിലും ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് ഗോൾ. ടു ഹെൽപ്പ് ദി സ്റ്റുഡൻസ് ടു അസിമുലേറ്റ് ന്യൂ കൺസെപ്റ്റ്സ്. കുട്ടികളിൽ പുതിയ പുതിയ കൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അത് അവർക്ക് വ്യക്തമാക്കി കൊടുക്കാനും കഴിയണം നമ്മുടെ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട്. ലാസ്റ്റ്, ടു ഡെവലപ്പ് കൺസെപ്ച്വൽ ലിറ്ററസി. കുട്ടികൾ ലാംഗ്വേജ് പഠിക്കണം അല്ലെ, സബ്ജക്ട്സ് പഠിക്കണം, അതിന്റെ കൂടെ കുട്ടികൾക്ക് ലാംഗ്വേജും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കണം. ഇതെല്ലാമാണ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിന്റെ ഗോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എയിംസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടു സപ്പോർട്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ ഈച്ച് ചൈൽഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ടു സപ്പോർട്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ ഓൾ ഡൊമൈൻസ് ഓഫ് ലാംഗ്വേജ് യൂസ്. നമ്മൾ ഭാഷ ഏതൊക്കെ തലങ്ങളിലാണോ യൂസ് ചെയ്യുന്നത് ആ എല്ലാ മേഖലയിലും കുട്ടിക്ക് ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. This support language development in each learning activity in school. സ്കൂളിന്റെ അകത്ത് എന്തൊക്കെ ലേണിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നടക്കുന്നുണ്ടോ ആ എല്ലാ കാര്യത്തിലും കുട്ടികൾക്ക് ലാംഗ്വേജ് പരമായിട്ടൊരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. ഒരേ കാര്യങ്ങൾ തന്നെയാണ് മാറ്റിമറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് എല്ലാ തരത്തിലും അവരുടെ ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലാംഗ്വേജിന്റെ എയിമും ഗോളും. ഓക്കെ, നെക്സ്റ്റ് മെയിൻ എയിംസ് എന്ന് പറഞ്ഞിട്ട് വേറെ 3 കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഡെവലപ്പിംഗ് സബ്ജക്ട് സ്പെസിഫിക് കൺസെപ്റ്റ് ആൻഡ് സ്റ്റൈൽ ഓഫ് പ്രസന്റിംഗ് ദ സെയിം ഇൻ ദാറ്റ് ലാംഗ്വേജ്. സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള കോൺസെപ്റ്റും കൂടെ കുട്ടിക്ക് വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. പിന്നെ ആ ഒരു സബ്ജക്റ്റിന്റെ എന്ത് കാര്യത്തിനെയും കുട്ടി ഡീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അത് ആ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് വളരെ നല്ലൊരു സ്റ്റൈൽ അതിന് കൊടുത്ത് യൂസ് ചെയ്യാനും കുട്ടികൾക്ക് സാധിക്കണം. ഡെവലപ്പിംഗ് വേരിയഡ് സ്ട്രാറ്റജീസ് ഫോർ ലേണിംഗ് ത്രൂ ലാംഗ്വേജ് യൂസ്. ഡിഫറെന്റ് ആയിട്ടുള്ള പല തരത്തിലുള്ള സ്ട്രാറ്റജീസ് കൊണ്ടുവരാനും അത് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനും ഭാഷ യൂസ് ചെയ്തുകൊണ്ട് സാധിക്കണം. ഓക്കെ, ഡെവലപ്പിംഗ് മെറ്റാ പെർസ്പെക്റ്റീവ് ഓൺ ലാംഗ്വേജ്. ലാംഗ്വേജിന്റെ ഒരു നെക്സ്റ്റ് തലം അല്ലെങ്കിൽ ഒരു അടുത്ത തലത്തിലോട്ട് കുട്ടീനെ എത്തിക്കാനുള്ള ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലോട്ട് എത്താനുള്ള ഒരു സപ്പോർട്ടും നമ്മൾ കൊടുക്കണം. ഇതെല്ലാമാണ് ലാംഗ്വേജിന്റെ എയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ്. ഇതെന്ന് എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ എയിം പറഞ്ഞു, ഗോൾ പറഞ്ഞു, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് പറയാൻ പോകുന്നു. ഇതിൽ എന്തായാലും നമുക്കൊരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ്, ലാംഗ്വേജ് ആൻഡ് അതർ സബ്ജക്ട്സ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജും നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സ് ആയിക്കോട്ടെ, ഇവരെല്ലാം ക്ലോസ്ലി റിലേറ്റഡ് ആണ് അല്ലെ. നമുക്ക് ലാംഗ്വേജ് ഇല്ലാതെ ഒരു സബ്ജക്ട്സും പഠിക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത്തരം സയൻസ് സബ്ജക്ട്സ് എല്ലാം നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാംഗ്വേജിന്റെ സഹായത്തോടു കൂടെയാണ്. സോ ലാംഗ്വേജും സബ്ജക്ട്സും വെരി ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഒന്നില്ലാതെ മറ്റൊന്നിന് എക്സിസ്റ്റൻസ് ഇല്ല. ലാംഗ്വേജ് എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഇൻ ലാംഗ്വേജ് ക്ലാസ് എലോൺ. നമ്മളിപ്പോ പറയും ലാംഗ്വേജ്, നമ്മൾ ലാംഗ്വേജ് ആയിട്ട് പഠിച്ചത് എന്തൊക്കെയായിരുന്നു? അറബി പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, മലയാളം പഠിച്ചിട്ടുണ്ട്, ചിലവർ ഉറുദു പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു ലാംഗ്വേജ് ക്ലാസ് റൂമിൽ മാത്രമാണോ നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത്? അല്ല, ബാക്കി നമ്മളെ സബ്ജക്ട്സ് പഠിക്കുമ്പോഴും നമ്മൾ അതിന്റെ കൂടെ ലാംഗ്വേജ് കൂടെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ലാംഗ്വേജ് ഈസ് അക്വയർഡ് ത്രൂ ഡിഫറെന്റ് മീനിങ്, മേക്കിംഗ് കോണ്ടന്റ് ആൻഡ് ലേണിംഗ് ഇൻ ഓൾ സബ്ജക്ട്സ്. ലാംഗ്വേജ് നമ്മൾ സബ്ജക്ട്സ് പഠിക്കുമ്പോൾ അതിലൂടെ നമ്മൾ ലാംഗ്വേജ് പഠിക്കും അല്ലെ. നമ്മൾ ഓരോ കോണ്ടന്റ്സ് നമ്മൾ പരിചയപ്പെടുമ്പോഴും അതിന്റെ മീനിങ് മനസ്സിലാക്കുമ്പോഴും ഒക്കെ നമ്മൾ ലാംഗ്വേജിന്റെ എല്ലാ സഹായത്തോടു കൂടിയാണ് നമ്മൾ സബ്ജക്ട്സിനെ ഡീൽ ചെയ്യുന്നത്. ലാംഗ്വേജ് ഇസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അറ്റ് ലാസ്റ്റ് നമ്മൾ സബ്ജക്ട്സ് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ബേസിക് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നിൽക്കണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ സൊസൈറ്റി ആയിട്ട്, നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലിയുമായിട്ടെല്ലാം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലാംഗ്വേജ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാമാണ് ലാംഗ്വേജിന്റെ നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എനിക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്, ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടണം, എന്തായാലും വിടാൻ പാടില്ല. ഈ ഒരു ടോപ്പിക് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ബൈലിംഗ്വലിസം, അതുപോലെ എന്താണ് ട്രൈലിംഗ്വലിസം, പ്ലൂരിലിംഗ്വലിസം. ഈ 3 കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഫസ്റ്റ് വൺ ഈസ് മീനിങ് ഓഫ് പ്ലൂരിലിംഗ്വലിസം. എബിലിറ്റി ടു യൂസ് ദ സ്കിൽസ് ഇൻ എ നമ്പർ ഓഫ് ഡിഫറെന്റ് ലാംഗ്വേജസ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമുക്കുള്ള പല സ്കിൽസ്, നമുക്ക് ഒരുപാട് സ്കിൽസ് ഉണ്ടായിരിക്കും അല്ലെ. റീഡിങ് സ്കിൽസ് ഉണ്ടായിരിക്കും, റൈറ്റിംഗ് സ്കിൽസ് ഉണ്ടാവും, ലിസണിങ് സ്കിൽസ് ഉണ്ടാവും. അപ്പൊ നമുക്കുള്ള പല സ്കിൽസിനെയും നമ്മൾ എന്താണ്, നമ്മുടെ സ്കിൽസിനെ നമുക്ക് പല ഡിഫറെന്റ് ലാംഗ്വേജസിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക
അല്ലെ? ആ ഡിഫറെന്റ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ നമുക്കുള്ള സ്കിൽസിനെ എഫക്റ്റീവായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് പ്ലൂരിലിംഗ്വിലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മനുഷ്യനാകുമ്പോൾ നമുക്കറിയാം എ പേഴ്സൺ ക്യാൻ സ്പീക്ക് സെവറൽ ലാംഗ്വേജ് അല്ലെ? നമുക്ക് ഒരു ലാംഗ്വേജ് മാത്രമാണോ? അല്ല, നമ്മുടെ മദർ ടങ്ക് നമുക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും. പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന സ്കൂൾ ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജസ് എല്ലാം നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും അല്ലെ? അപ്പൊ ഒരു വ്യക്തിക്ക് 2 ലാംഗ്വേജ് വളരെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ബൈലിംഗ്വലിസം എന്നാണ് പറയുന്നത്. ബൈ എന്ന് പറഞ്ഞ 2. ഇഫ് എ പേഴ്സൺ ക്യാൻ ഹാൻഡിൽ വെരി ഈസിലി, അതായത് 2 സബ്ജക്ട് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അവരെ നമുക്ക് ബൈലിംഗ്വലിസം എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ട്രൈലിംഗ്വലിസം. ഇനി 2ൽ കൂടുതൽ, അതായത് 2ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ 3ഓ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ലാംഗ്വേജ് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ, വളരെ ഈസി ആയിട്ട് ഫ്ലുവന്റ് ആയിട്ട് ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രൈലിംഗ്വലിസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ബൈ, ട്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 കൺസെപ്റ്റിനെ വലിയ രീതിയിൽ ഒരുപാട് പോയിന്റ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാനില്ല. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, അടുത്ത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് 4 ലാംഗ്വേജ് സ്കിൽസ് മെയിൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ? ലിസണിങ്, അതുപോലെ സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഈ 4 കാര്യങ്ങൾ എന്താന്ന് മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ LSRW കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ലിസണിങ് എന്ന് പറയുന്നത് ഫസ്റ്റ്ലി ഇറ്റ് ബിഗിൻസ് അറ്റ് ബർത്ത് അല്ലെ? നമ്മൾ ജനിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ പലരും പറയും നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കുട്ടി ഓരോ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. പുറമേ നിന്ന് ആളുകൾ സംസാരിക്കുന്നത് അവർക്ക് അനലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ ലിസണിങ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേജ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്കില്ലാണ്. ബേസിസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽ. ഈ സ്പീക്കിങ്ങും റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കില്ല് വരുന്നതിന് മുന്നേ, ഇതെല്ലാം തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും ബേസിസ് ആയിട്ട് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് ലിസണിങ് ആണ്. അതിനുശേഷമാണ് നമ്മൾ ബാക്കി എല്ലാ സ്കിൽസും നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സൗണ്ട് ദാറ്റ് ഹേർഡ്. നമ്മൾ കേൾക്കുന്ന പല സൗണ്ട്സും അല്ലെ, അത് ഇന്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കിയാണ് നമ്മൾ ലിസണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യങ് ചിൽഡ്രൻ ലിസൺ ടു ദ റിതംസ് ആൻഡ് ഇനോട്ടേഷൻ പാറ്റേൺ ഓഫ് ലാംഗ്വേജ്. വളരെ കുഞ്ഞു കുട്ടികൾ അല്ലെ, നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതി, ആ ഒരു ടോണ്, ആ ഒരു നമ്മൾ എടുക്കുന്ന ആ ഒരു ടോണിന്റെ പാറ്റേൺ, ഇതെല്ലാം മനസ്സിലാക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമുക്കറിയാം, ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ 2 വ്യക്തികൾ വേണം. ആ വ്യക്തികൾ തമ്മിൽ ഒരു മീഡിയം വേണം അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ സെൻഡർ, മീഡിയം, ഡീകോഡർ എന്ന് പറയുന്നത്. സെൻഡർ എന്ന് പറയുന്ന ആളാണ് കോഡർ. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സെൻഡ് ചെയ്യുന്ന ആ ഒരു ആദ്യത്തെ വ്യക്തിയാണ് സെൻഡർ. ഇനി നമ്മൾ ഏത് മീഡിയം വഴിയാണോ നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സെൻഡ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ നമ്മൾ ഫോണിൽ സംസാരിക്കായിരിക്കും, ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ചെയ്യായിരിക്കും, മേ ബി നമ്മൾ വാട്സപ്പിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് മീഡിയമാണ്? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണോ, അതോ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഫോൺ പോലെയുള്ള മീഡിയംസ് യൂസ് ചെയ്യുന്നുണ്ടോ? അതാണ് മീഡിയം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു സെൻഡർ ഫൈനലി സംസാരിക്കുന്നത്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആരിലോട്ടാണ് ഫൈനലി എത്തുന്നത്? ഒരു റിസീവറിലോട്ടാണ് ഫൈനലി എത്തുന്നത്. ഈ ലിസണിങ് എന്ന് പറയുന്നത് ഒരു റിസെപ്റ്റീവ് സ്കിൽസ് ആണ് കേട്ടോ. ലിസണിങ് മാത്രമല്ല, ലിസണിങ്ങും റീഡിങ്ങും ഒരു റിസെപ്റ്റീവ് സ്കില്ലാണ്. നമുക്ക് കേട്ടുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. പക്ഷെ റൈറ്റിംഗ് അങ്ങനെയല്ല. റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റീവ് ആണല്ലേ, നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ലിസണിങ് അതുപോലെ തന്നെ റീഡിംഗ് എന്ന് പറയുന്നത് റിസെപ്റ്റീവ് കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ സ്പീക്കിംഗ്, ഞാൻ പറഞ്ഞത് സ്പീക്കിംഗും അതുപോലെ തന്നെ ഒരു എക്സ്പ്രസീവ് സ്കില്ലാണ്. നമ്മൾ കേൾക്കുന്ന പോലെയൊന്നും അല്ല, നമ്മൾ അത് എത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സോ മേക്ക് യൂസ് ഓഫ് വോക്കൽ സൗണ്ട്സ്. നമ്മുടെ സൗണ്ട്സിന്റെ സഹായത്തോടു കൂടെ നമ്മൾ എന്താണ് സംസാരിക്കാൻ ശ്രമിക്കുക, സ്പീക്ക് ചെയ്യാൻ ശ്രമിക്കുക. ന്യൂ ബോൺ ബേബി മേക്ക് എ വെറൈറ്റി ഓഫ് സൗണ്ട്സ്. നമുക്കറിയാം അല്ലെ, ഒരു ജനിച്ചൊരു കുട്ടി എന്തൊക്കെ യൂസ് ചെയ്യും? പല വെറൈറ്റീസ് ഓഫ് സൗണ്ട്സ് ആയിരിക്കും അവർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു എക്സ്പ്രസീവ് സ്കില്ലാണ്. നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസിലെ 2 കാര്യങ്ങൾ കഴിഞ്ഞു. നമ്മൾ ലിസണിങ്ങും പറഞ്ഞു, സ്പീക്കിങ്ങും കഴിഞ്ഞു. തേർഡ് വൺ ഈസ് റീഡിംഗ്.
നമ്മൾ വായിക്കുക അല്ലെ, നമ്മൾ വായിക്കുന്നതും ഒരു റിസെപ്റ്റീവ് സ്കില്ലാണ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിട്ടൺ സിംബൽസ് ത്രൂ വിഷ്വൽ പെർസെപ്ഷൻ ആൻഡ് കണക്ടിങ് ദ മീനിങ് വിത്ത് ദീസ് സിംബൽസ്. നമ്മുടെ കാഴ്ച, നമ്മുടെ വിഷ്വൽ പെർസെപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ സിംബൽസിനെയും ഇന്റർപ്രറ്റ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ കണക്ട് ചെയ്ത് നമ്മൾ അതിനൊരു മീനിങ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്ത് വായിക്കുന്നതിനെയാണ് നമ്മൾ റീഡിങ് എന്ന് പറയുന്നത്. യങ് ചിൽഡ്രൻ ട്രാൻസ്ലേറ്റ് ദ വിഷ്വൽ സിംബൽസ് ഇൻ ടു ഓഡിറ്ററി വൺ. നമ്മൾ വളരെ യങ് ആയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യും, അവർ കാണുന്ന പല സിംബൽസിനെ എന്താണ് അവരതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കും അല്ലെ, വായിച്ചെടുക്കാൻ ശ്രമിക്കും. ഇറ്റ് ഈസ് എ റിസെപ്റ്റീവ് സ്കിൽ റീഡിംഗ് എന്ന് പറയുന്നത്. സോ LSRW തേർഡ് വൺ ആണ് R. ഫൈനലി നമുക്ക് പറയാനുള്ളത് റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രിന്റഡ് ഫോമിൽ വരുന്ന ഒരു കാര്യത്തിനെ നമ്മൾ വായിച്ചെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നതിനെയാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതൊരു പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ എക്സ്പ്രസീവ് സ്കില്ലാണ് അല്ലെ. സ്പീക്ക് ചെയ്യുക അതുപോലെ റൈറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മൾ എത്രത്തോളം നമ്മുടെ എഫേർട്ട് എടുത്ത് അതിനെ ഒരു എന്താ പറയാ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു അതിനനുസരിച്ചിട്ടിരിക്കും. ലിസണിങ്ങും റീഡിങ്ങും എല്ലാം ഒരു റിസെപ്റ്റീവ് സ്കിൽസ് മാത്രമാണ്. നെക്സ്റ്റ്, കോംപ്ലക്സ് പ്രോസസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ. ഇനി നമ്മളെ ലാംഗ്വേജ് നമ്മൾ അക്വയർ ചെയ്യുന്നതിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ലെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ്. ലിസണിങ് റീഡിങ്ങിന് പോലെയൊന്നും അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല റൈറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആ ഒരു നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ വ്യക്തമായിട്ട് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. സെറ്റ് ഓഫ് സിംബൽസ് ടു ബി പ്രാക്ടീസ് ടു പെർഫെക്ഷൻ. നമ്മൾ എന്താ പറയാ, നമ്മൾ ആ ഒരു റൈറ്റിംഗ് ആ ഒരു പെർഫെക്ഷനിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ വേരിയസ് ആയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് സിംബൽസ് യൂസ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ LSRW ബാക്കിയുള്ളതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഈ LSRW ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്താൽ ഏറ്റവും നന്നായിരിക്കും. ഓക്കെ, അടുത്ത ഇനി ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തിങ്കിങ്. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. essay ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്സ് ആയിട്ടോ നിങ്ങൾക്ക് ഇത് എന്തായാലും പ്രതീക്ഷിക്കാം. നമ്മുടെ ലാംഗ്വേജും അതുപോലെ തന്നെ നമ്മുടെ ചിന്തയും തിങ്കിങ്ങും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളത് മേ ബി എന്തായാലും ഒരു essay ആയിട്ടൊരു നിങ്ങൾക്ക് വൺ ഓഫ് ദ ഒരു essay നമുക്കറിയാം കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് തരും. അതിന്ന് 3 or 4 എഴുതാനായിരിക്കും. അപ്പൊ ഈ ഒരു ഭാഗം ഞാൻ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്, ലാംഗ്വേജും തിങ്കിങ്ങും തമ്മിലുള്ള റിലേഷൻ. ഇത് കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള പോർഷൻ ആണ്, കാരണം essay എഴുതാനായിട്ട് നമുക്ക് അത്രത്തോളം വേണമല്ലോ. നമുക്ക് നോക്കാം എന്താണ് ഇതെന്നുള്ളത്. ലാംഗ്വേജ് പ്രൊവൈഡ്സ് ദ സ്ട്രക്ചർ ടു എക്സ്പ്രസ് അവർ തോട്ട്സ്. നമ്മുടെ ചിന്തയെ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയെ ഒക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ ആണ് അല്ലെ. ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ലാംഗ്വേജ് ആണ്. നമുക്ക് എന്ത് നമ്മുടെ തോട്ട്സിനെ എല്ലാം നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് വേണം. ഇറ്റ് ഇസ് വെരി എസെൻഷ്യൽ. ലാംഗ്വേജ് ഈസ് ദ സിംബോളിക് ഓഫ് തിങ്കിങ് പ്രോസസ്. നമ്മുടെ ചിന്തകൾ എങ്ങനെയൊക്കെ പോകുന്നു, എത്തരത്തിലൊക്കെ ആവുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് യൂസ് ചെയ്ത് മറ്റുള്ളവരെ വളരെ ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ സാധിക്കും അല്ലെ. വി ബോൺ വിത്ത് ലാംഗ്വേജ്. നമ്മൾ ജനിക്കുന്നതേ എന്താണ്, ഓരോരുത്തരും ജനിക്കുന്നത് ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇൻബോൺ ആയിട്ടുണ്ടായിരിക്കും. ഇൻഫാൻസ് റിസീവ് സെൻസ്, ഇംപ്രഷൻ ആൻഡ് ഫോം ഇമാജിനറീസ് ഇൻ ദെയർ മൈൻഡ്. കുട്ടികൾ ഓൾറെഡി എന്ത് ചെയ്യും, ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാനും അവരുടെ മൈൻഡിൽ കുറച്ചൊരു ഇമാജിനറീസ് ഫോം ചെയ്യാനും കുട്ടികൾ ശ്രമിക്കുന്നുണ്ട്. ചിൽഡ്രൻ ഹിയർ ദ സൗണ്ട് ആൻഡ് ട്രൈ ടു അട്ടർ ഇറ്റ്. ഇനി ഒരു വയസ്സ്, ഒരു 1.5 വയസ്സുള്ള കുട്ടികളാകുമ്പോൾ എന്ത് ചെയ്യും, അവര് നമ്മൾ പറയുന്ന പല സൗണ്ട്സും കേൾക്കുകയും അതിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അട്ടർ ചെയ്യാനും കുട്ടികൾ ശ്രമിക്കും. ദേ കണക്ട്സ് ദ വേർഡ് വിത്ത് ഇമാജിനറീസ്. കുട്ടികൾ പല ഫോട്ടോസ് കാണുമ്പോഴേ അല്ലെ അവര് ആ ഒരു ഫോട്ടോസിനെ കണക്ട് ചെയ്ത് പല വേർഡ്സ് കണക്ട് ചെയ്ത് പറയാനും എല്ലാം അവർ ശ്രമിക്കും. സോ ലാംഗ്വേജും തിങ്കിങ്ങും തമ്മിൽ ഒരുപാട് റിലേഷൻ ഉണ്ട്. പെർലോവ്സ്കി ഒബ്സർവ്സ്. ഇനി പെർലോവ്സ്കിയുടെ ഒരു കൺസെപ്റ്റ് എന്താണ് അല്ലെങ്കിൽ അദ്ദേഹം ഇതിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം കേട്ടോ. ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ that take place between language and each component of cognitive process like perception, memory, consciousness is not unidirectional but take place in both direction. അതായത് പെർലോവ്സ്കി പറയുന്നത്
നമ്മൾ ലാംഗ്വേജും അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി, നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ പെർസെപ്ഷൻ, ഇതെല്ലാം എന്താണ് തമ്മിലൊരു ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് അല്ലെ. ഈ എക്സ്ചേഞ്ച് നടക്കുന്നത് യൂണി ഡയറക്ഷണൽ അല്ല. എന്താണ് യൂണി ഡയറക്ഷണൽ? വൺ വേ ആയിട്ടുള്ള മാത്രം ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ അല്ല നടക്കുന്നത്. ബോത്ത് ഡയറക്ഷനിൽ നമ്മുടെ മെമ്മറി തിരിച്ച് ലാംഗ്വേജിലോട്ടും ലാംഗ്വേജ് ടു മെമ്മറിയും എല്ലാം ബൈ ഡയറക്ഷണൽ എന്താണ് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു യൂണി ഡയറക്ഷണൽ കാര്യമല്ല എന്നാണ് പെർലോസ്കി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇത് ഈ ഒരു തിങ്കിങ് ആൻഡ് ലാംഗ്വേജിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. ഇനി അതിന്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ ചോംസ്കി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോംസ്കീസ് വ്യൂ ഓൺ ഇന്നേറ്റ്സ് ഇൻ ലാംഗ്വേജ് ലേണിംഗ് എന്തൊക്കെയാന്ന് നോക്കാം. ലാംഗ്വേജ് ഈസ് ഇൻസെപ്പറബിൾ തിങ്കിങ്. നമുക്ക് നമ്മുടെ ചിന്തയെയും ലാംഗ്വേജിനെയും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല, ഇൻസെപ്പറബിൾ ആണ് അവര് എന്നാണ് പറഞ്ഞത്. ഇൻ ബ്രെയിൻ ന്യൂറൽ സർക്യൂട്ട്സ് കണ്ടെയ്ൻ ലിംഗ്വിസ്റ്റിക് ഇൻഫോർമേഷൻ അറ്റ് ബർത്ത്. നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി എന്താണ് നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ പല ലിംഗ്വിസ്റ്റിക് ഇൻഫോർമേഷൻസും ഓൾറെഡി നമ്മുടെ ന്യൂറൽ സർക്യൂട്ട്സിൽ കണക്റ്റഡ് ആണ്. അത് ഓൾറെഡി ഇൻബോൺ ആയിട്ട് നമുക്കുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും ഇത് ഇൻസെപ്പറബിൾ ആയിട്ട് കാണാൻ കഴിയില്ല. ബൈ ബർത്ത് തന്നെ നമ്മുടെ ഈ ഒരു തിങ്കിങ്ങും ലാംഗ്വേജും കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ലാംഗ്വേജ് അക്വസിഷൻ ഇസ് ട്രിഗേർഡ് ബൈ ഹിയറിംഗ് സ്പീച്ച് ആൻഡ് ദ ബ്രെയിൻ ഇന്റർപ്രറ്റ്സ് ഇറ്റ്. ലാംഗ്വേജ് അക്വിസിഷൻ നമുക്കറിയാം. എപ്പോഴും ലാംഗ്വേജ് അക്വിസിഷനെ നമ്മൾ ട്രിഗർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് അല്ലെ. നമ്മൾ പല കാര്യങ്ങളും കേൾക്കുന്നു, നമ്മളെ ബ്രെയിൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, നമ്മൾ അതിനെ മനസ്സിലാക്കി എടുക്കുന്നു. അപ്പൊ നമ്മുടെ ലാംഗ്വേജും നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന പല സംവിധാനങ്ങളും എന്താണ് ഒക്കെ കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് LAD, ഇതിന്റെ ഷോർട്ട് ഫോം നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ LAC എന്ന് പറഞ്ഞ പോലെ തന്നെ LAD എന്ന് പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ്. ഒന്നുമല്ല, നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി ഒരു ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് പോലെ ഒരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഓൾറെഡി നമ്മുടെ ന്യൂറൽ ഫാക്കൽറ്റി അല്ലെങ്കിൽ ന്യൂറൽ ഫെസിലിറ്റീസ് ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അതിനെയാണ് LAD എന്ന് പറയുന്നത്. ഓൾ ഹ്യൂമൻ ലാംഗ്വേജസ് ഷെയർ കോമൺ പ്രിൻസിപ്പിൾസ്. ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മുടെ വേൾഡിൽ എത്രയോ ലാംഗ്വേജ് ഉണ്ട് അല്ലെ, ഏത് ഹ്യൂമൻ ലാംഗ്വേജും എല്ലാവരും ഷെയർ ചെയ്യുന്നത് കോമൺ പ്രിൻസിപ്പിൾസ് തന്നെയാണ്. കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളും ഏത് ലാംഗ്വേജ് ആയാലും സെയിം ആണ്, അത് മാറുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ വേറൊരു നെക്സ്റ്റ് തലം ലാംഗ്വേജ് ആൻഡ് തിങ്കിങ്ങിന്റെ മൂന്നാമത്തെ ഒരു ഭാഗമാണ്. ഇതിൽ വൈഗോസ്കി എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. തിങ്കിങ് വിത്തൗട്ട് ലാംഗ്വേജ്. ഇനി ഈ ഒരു ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു ലാംഗ്വേജും തിങ്കിങ്ങും കണക്റ്റഡ് ആന്ന് പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ലാംഗ്വേജ് ഇല്ലാതെ തിങ്ക് ചെയ്യാൻ സാധിക്കുമോ? തിങ്കിങ് കണ്ടിന്യൂസ് വിത്തൗട്ട് വെർബൽ ലാംഗ്വേജ്. ഇനി നമ്മുടെ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ സംസാരം ഇല്ലാതെ നമ്മൾ തിങ്കിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ള റിസർച്ച് പലതും നടന്നിട്ടുണ്ടായിരുന്നു. പീപ്പിൾ വിത്ത് എഫാസിയ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡാമേജ് സംഭവിച്ച ആളുകൾ, അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. പിന്നെ ഡംബായിട്ടുള്ള കേൾവി ശക്തി ഇല്ലാത്ത ആളുകൾക്ക് ഒക്കെ എന്താണ്, അവര് വെർബൽ ലാംഗ്വേജ്, അവർക്ക് സംസാര ശക്തി ഇല്ലാഞ്ഞിട്ടോടുകൂടെ അവർ പല ലാംഗ്വേജും പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ലാംഗ്വേജ് ഇല്ലാതെയും നമുക്ക് തിങ്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. Vygotsky stated that thought and language have different routes to operate. ഇനി ചോംസ്കിന്റെ ആ ഒരു അഭിപ്രായത്തിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ധാരണയാണ് വൈഗോസ്കിക്ക് ഉള്ളത്. വൈഗോസ്കി പറഞ്ഞത് തോട്ടും നമ്മുടെ ചിന്തയും ലാംഗ്വേജും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റൂട്ടാണ്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഒന്ന് ബ്രേക്ക് ആയി പോയി, പെട്ടെന്ന് റെഡി. ഓക്കെ, നിങ്ങക്ക് സ്ക്രീനിൽ റെക്കോർഡിംഗ് ആണെന്ന് കാണുന്നുണ്ടോ? യെസ്, കാണുന്നുണ്ട്. ഓക്കെ. Vygotsky stated that the thought and language have different routes to operate. Vygotsky പറഞ്ഞത് നമ്മുടെ തോട്ടും ലാംഗ്വേജും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റൂട്ട് ആണെന്നാണ് വൈഗോസ്കി പറയുന്നത് കേട്ടോ. ഇനി സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് എന്നെ ഇൻഫോം ചെയ്യണേ. Okay. Thinking without language is possible, but use of language refines one's thinking.
ലാംഗ്വേജ് യൂസ് ചെയ്യാതെ പല കാര്യങ്ങളും തിങ്ക് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ലാംഗ്വേജ് കൂടെ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് വൈഗോസ്കി പറയുന്നത്. അപ്പൊ ഒന്നില്ലാതെ ഒന്നിന് എക്സിസ്റ്റൻസ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ലാംഗ്വേജ് ഇല്ലെങ്കിലും തിങ്കിങ് പോസിബിൾ ആണ്. ബട്ട് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഓക്കെ എന്നാണ് വൈഗോസ്കി അഭിപ്രായപ്പെട്ടത് കേട്ടോ. നെക്സ്റ്റ്, ലാംഗ്വേജ് ഇസ് ദ വെഹിക്കിൾ ഓഫ് തോട്ട് ആൻഡ് ടൂൾ ഫോർ എക്സ്പ്രസിങ് തിങ്കിങ്. നമ്മുടെ തോട്ട്സിനെ എക്സ്പ്രസ് ചെയ്യാനും നമ്മുടെ എന്താ പറയാ ചിന്തയ്ക്ക് ഒരു വഴി, നമ്മുടെ ചിന്തനെ ഡയറക്റ്റ് ചെയ്യുന്നതിനും ഒക്കെ ലാംഗ്വേജിന് വളരെയധികം ഇമ്പോർട്ടൻസ് എന്തായാലും വരുന്നുണ്ട്. ദ എക്സ്പ്രഷൻ ഓഫ് തോട്ട് ഇസ് നോട്ട് ഓൾവേസ് ടൈഡ് വിത്ത് സ്പീച്ച്. പക്ഷെ നമ്മുടെ തോട്ട് ഈ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് കൊണ്ട് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് പറയാൻ കഴിയില്ല. ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്നിനെ മറ്റൊന്നില് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഇത് രണ്ടും ടൈഡാന്നുള്ളത് പറയുന്നതിൽ ഒരു കാര്യമില്ലെന്നാണ് വൈഗോസ്കി പറയുന്നത്. ലാംഗ്വേജ് ആൻഡ് തിങ്കിങ് ആർ ക്ലോസ്ലി റിലേറ്റഡ്, ഈച്ച് എഫക്റ്റിംഗ് ഈച്ച് അതർ. അപ്പോൾ ക്ലോസ്ലി റിലേറ്റഡ് ആണ് ലാംഗ്വേജിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജും തിങ്കിങ് എന്ന് പറയുന്നത് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഒന്ന് മറ്റൊന്നിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടുള്ള തിങ്കിങ് ആകുമ്പോൾ കുറച്ചും കൂടെ പ്രിസൈസ് ആയിരിക്കും, കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതായിരിക്കും, എഫക്റ്റീവ് ആയിരിക്കും. അതില്ലാതെയും നമുക്ക് തിങ്ക് ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് മോർ റിഫൈൻ ആയിട്ട് ഉണ്ടായിരിക്കുന്നത് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് തിങ്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത് ലാംഗ്വേജിന്റെ. ഇനി ഈ ഭാഗം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 1 സെക്കൻഡ്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ അവസാനമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ ഇത്, പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാന്നുള്ളത്. ഫസ്റ്റ്, നാച്ചുറൽ ലാംഗ്വേജ് അക്വിസിഷൻ ഒക്കേഴ്സ് ഇൻ കോണ്ടെക്സ്റ്റ്. നമ്മൾ ഒരു നാച്ചുറലി അല്ലെ, നമ്മൾ എല്ലാതും ഒരു എഫേർട്ട് ഇട്ട് പഠിച്ചെടുക്കുന്നത് മാത്രമല്ല, നാച്ചുറലിയും ഒരു ലാംഗ്വേജ് അക്വിസിഷൻ നമ്മളിൽ എല്ലാവരിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെക്കൻഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഇൻക്രീസസ് വിത്ത് കോണ്ടന്റ് ബേസ്ഡ് ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ നമുക്ക് ഓൾറെഡി ഒരു ഹോം ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ലാംഗ്വേജ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ ഉപരി ഒരു സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു എഫേർട്ട് ഇട്ട് നമ്മളൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ഒരു കോണ്ടന്റ് ബേസ്ഡ് ഒരു ഇൻസ്ട്രക്ഷൻ ഒക്കെ കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്കൊരു സെക്കൻഡ് ലാംഗ്വേജ് എല്ലാം അക്വയർ ചെയ്തെടുക്കാൻ സാധിക്കുക. നാച്ചുറൽ ലാംഗ്വേജ് ഓൾറെഡി നമ്മൾ ലേൺ ചെയ്തുകൊണ്ടേയിരിക്കും. സെക്കൻഡ് ലാംഗ്വേജ് ലേൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു എഫേർട്ട് എന്തായാലും അതിന് ആവശ്യമാണ്. പീപ്പിൾ ലേൺ ലാംഗ്വേജ് ബൈ യൂസിങ് ദം. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും എന്താ പറയുക അതിലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക അല്ലെ, എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ്. അല്ലാതെ നമ്മൾ തീരെ യൂസ് ചെയ്യാതെ നമ്മളൊരു ലാംഗ്വേജ് കുറച്ച് കഴിയുമ്പോൾ മറന്നു പോവില്ലേ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു പ്രാക്ടീസും ആ ഒരു എത്രത്തോളം നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും ആ ഒരു ലാംഗ്വേജിൽ നമുക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. ലാംഗ്വേജ് ക്യാൻ ബി അക്വയർഡ് ത്രൂ കണ്ടിന്യൂസ് പ്രാക്ടീസ്. ഏതൊരു ലാംഗ്വേജിലും നമുക്ക് എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിലും ഫ്ലുവന്റ് ആവണമെന്നുണ്ടെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ആ ഒരു ലാംഗ്വേജിൽ കോൺഫിഡന്റ് ആയിരിക്കും, ഫ്ലുവന്റ് ആയിരിക്കും. ദ ഇമേർഷൻ ഓഫ് ലാംഗ്വേജ് വിത്ത് എ കോണ്ടന്റ് ഫെസിലിറ്റേറ്റ്സ് മോർ എഫക്റ്റീവ് ലാംഗ്വേജ് അക്വിസിഷൻ. നമ്മൾ ഒരു ലാംഗ്വേജിനെ മാത്രം പഠിച്ചെടുക്കുക എന്നുള്ളതിലുപരി നമ്മളൊരു കോണ്ടന്റ് ബേസ് ചെയ്തിട്ട് നമ്മളൊരു ലാംഗ്വേജിനെ പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇനി പ്രിൻസിപ്പിൾസ്, ഇത്രയും കാര്യങ്ങളാണ് ലാംഗ്വേജ് അക്വിസിഷന്റെ പ്രിൻസിപ്പിൾസ്. ഓക്കെ, സെക്കൻഡ് ലാംഗ്വേജ് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ലാംഗ്വേജിന്റെ ഇംപ്രൂവ്മെന്റ് എന്തായാലും നമ്മുടെ പ്രാക്ടീസിനെ, നമ്മുടെ കണ്ടിന്യൂസ് പ്രാക്ടീസ് അനുസരിച്ചിട്ടിരിക്കും. അതുപോലെ തന്നെ നാച്ചുറൽ ലാംഗ്വേജ് അക്വിസിഷൻ ഓൾറെഡി ഇൻ കോണ്ടെക്സ്റ്റ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സെക്കൻഡ് ലാംഗ്വേജ് എന്താ പറയാ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് കൂടെ ഇടണം എന്നുള്ള കാര്യമാണ് ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൽ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കണം കേട്ടോ. ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഈ കാര്യങ്ങളാണ് ഞാനിപ്പോ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഞാൻ ഒന്നുകൂടെ പറയാം. മീനിങ് ഓഫ് ലാംഗ്വേജ്,
മീനിങ് ഓഫ് ലാംഗ്വേജ്, അതുപോലെ ഗോൾസ് ഓഫ് ലാംഗ്വേജ്, നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ്, ലാംഗ്വേജിന്റെ എയിംസ്, ഇതിൽ എന്തായാലും ഫങ്ഷൻസ്, ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം ചോദിക്കാൻ എന്തായാലും ചാൻസ് ഉണ്ട്. നമ്മുടെ 4 ലാംഗ്വേജ് സ്കിൽസ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഈ 4 ലാംഗ്വേജ് സ്കിൽസ് എന്തായാലും അറിഞ്ഞിരിക്കണം. ലാംഗ്വേജ് അക്രോസ് കരിക്കുലം അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജും തിങ്കിങ്ങും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതിൽ ഷോംസ്കിയുടെ അഭിപ്രായം പറയാം, പെർലോസ്കി എന്താണ് പറഞ്ഞതെന്ന് പറയാം, അതുപോലെ നമ്മള് വേറെ ഒന്നുകൂടെ പറഞ്ഞില്ലേ, വൈഗോസ്കിയുടെ ഒരു അഭിപ്രായം കൂടെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ആ ഒരു റിലേഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തിങ്കിങ് പറയാനായിട്ട്. ഓക്കെ, ഇനി ഇതോടുകൂടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഞാൻ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാട്ടോ. 1 സെക്കൻഡ്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നില്ലേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്? വേറെ എന്ത് പഠിച്ചിട്ടില്ലെങ്കിലും ഞാനിപ്പോ ഈ പറയുന്ന ഒരു ഭാഗം എന്തായാലും പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ? ഇല്ല, ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ. ഇത് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അക്കാഡമിക് ആൻഡ് സോഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ ഞാനിപ്പോ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സെക്കൻഡ് ചാപ്റ്ററിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മീനിങ് ഓഫ് ലാംഗ്വേജ് ആണ്. എന്താണ് ലാംഗ്വേജിന്റെ മീനിങ്? ഓക്കെ, ഫസ്റ്റ് ലാംഗ്വേജ് ഇസ് ഓഫ് സിമ്പിൾ അല്ലെ, സിമ്പിൾസ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിൽ പല സിമ്പിൾസ് ഉണ്ടായിരിക്കും. ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്ഡ് ബൈ മാൻ ടു എക്സ്പ്രസ് ഫെയർ തോട്ട്സ് ആൻഡ് ഐഡിയാസ്, ഫീലിംഗ്സ് ആൻഡ് വിഷസ്. നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഐഡിയാസ്, അതുപോലെ തന്നെ നമ്മുടെ ഫീലിംഗ് എന്താണ്, നമ്മുടെ ഇമോഷൻസ് എന്താണ്, നമുക്ക് വിഷ് ചെയ്യാൻ, ഇതിനെല്ലാം വേണ്ടി ഹ്യൂമൻ ബീയിങ്സ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി നോം ചോംസ്കിയുടെ അഭിപ്രായ പ്രകാരം ലാംഗ്വേജ് ഈസ് എ സെറ്റ് ഓഫ് സെന്റൻസ് ഈച്ച് ഫൈനൈറ്റ് ഇൻ ലെങ്ത് ആൻഡ് കൺസ്ട്രക്റ്റഡ് ഔട്ട് ഓഫ് ഫൈനൈറ്റ് സെറ്റ് ഓഫ് എലമെന്റ്സ് കോൾഡ് വേർഡ്സ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് സെന്റൻസ് ആണ് അല്ലെ. കുറച്ച് സെന്റൻസ് കൂടുമ്പോഴാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു സെറ്റ് ആവുമ്പോഴാണ് നമ്മൾ അതിനെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ഒരു സെറ്റ് ഓഫ് എലമെന്റ്സിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? വേർഡ്സ് ഉണ്ടായിരിക്കും അല്ലെ. ഒരുപാട് വേർഡ്സിന് യൂസ് ചെയ്ത് അത് വേർഡ്സിനെ കണക്ട് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? ഒരു ലാംഗ്വേജ് അവിടെ ഡെവലപ്പ് ആവുന്നത്. എവറി ഹ്യൂമൻ ഗ്രൂപ്പ് ഹാസ് ഡെവലപ്ഡ് ഇറ്റ്സ് ഓൺ സിംബോളിക് സിസ്റ്റം. ഓരോ ഹ്യൂമൻ ഗ്രൂപ്പിനും അവരുടേതായിട്ടുള്ള, ഇപ്പൊ നമ്മുടെ മലയാളികളുടെ ആ ഒരു ജീവിത രീതി അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് ആയിരിക്കില്ല വേറെ നമ്മൾ പറയാ നമ്മുടെ അമേരിക്കൻസ് ആയിക്കോട്ടെ, വേറെ സുഡാനീസ് ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഓരോ ഹ്യൂമൻ ഗ്രൂപ്പ്സിനും അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, അതനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ലാംഗ്വേജ് റെപ്രസെന്റ്സ് ദ സിംബോളിക് സിസ്റ്റം ഓഫ് സൗണ്ട്. നമ്മുടെ ജീവിത രീതി അനുസരിച്ചിട്ടുള്ള ഒരു സിംബോളിക് സിസ്റ്റം ആയിരിക്കും ഓരോ സ്ഥലങ്ങളിലുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ആൻഡ് നോൺ ഇൻസ്റ്റിങ്റ്റീവ്. എന്താ നോൺ ഇൻസ്റ്റിങ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇൻബോൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല അല്ലെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ പ്രാക്ടീസിലൂടെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു എഫേർട്ടിലൂടെയും ഇംപ്രൂവ് ചെയ്ത് എടുക്കുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ സിസ്റ്റമാറ്റിക് ആണ്. സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ ഏത് ലാംഗ്വേജ് ആയാലും ലാംഗ്വേജിന് ഒരു റൂൾ ഉണ്ട് അല്ലെ. ആ റൂൾ അനുസരിച്ചിട്ടാണ്, ഒരു ബേസിക് റൂൾ എന്തായാലും ഉണ്ടായിരിക്കും. ആ ഒരു റൂൾ അനുസരിച്ചിട്ടാണ് ഏത് ലാംഗ്വേജ് മുന്നോട്ട് പോകുന്നത്. അത് നോൺ ഇൻസ്റ്റിങ്റ്റീവ് ആണ്. ഓക്കെ, നമ്മുടെ പ്രാക്ടീസ് എത്രത്തോളം ഉണ്ട്, നമ്മുടെ എഫേർട്ട് എത്രത്തോളം ഉണ്ട്, അതനുസരിച്ചിട്ടാണ് ലാംഗ്വേജ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫീച്ചേഴ്സ് അല്ല, ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഈ ഗോൾസ്, എയിംസ് എല്ലാം പറഞ്ഞ പോലെ തന്നെ ആ ഒരു വിഭാഗത്തിൽ വരുന്ന ഒരു കാര്യമാണ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഈസ് എ ബേസിക് കമ്മ്യൂണിക്കേഷൻ ടൂൾ.
നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് അല്ലെ ലാംഗ്വേജ്. ഇറ്റ് റിഫ്ലക്ട്സ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് കൾച്ചർ ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റീനെ നമ്മൾ എന്താ പറയാ, നമ്മുടെ കൾച്ചർ എത്രത്തോളം ഉണ്ട്, നമ്മളെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ പേഴ്സണാലിറ്റി എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് ഒരു ആളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. അയാൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, ആ ഒരു വ്യക്തിയുടെ ഒരു കൾച്ചർ എന്താണ് എന്നുള്ളത് നമുക്ക് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ്ലി നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കഴിയും. ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് കൾച്ചർ ആൻഡ് ട്രാൻസ്മിറ്റ് ഇറ്റ്. നമ്മുടെ കൾച്ചറിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും അതിനെ നെക്സ്റ്റ് ഒരു ജനറേഷനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനും നമുക്ക് ലാംഗ്വേജ് കൊണ്ട് സാധിക്കും. ഇറ്റ് എസെൻഷ്യൽ ഫോർ കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഓഫ് സൊസൈറ്റി, ഫംഗ്ഷനിങ് ആൻഡ് കൺട്രോൾ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. നമ്മുടെ സൊസൈറ്റീന്റെ എക്സിസ്റ്റൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിലും നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാനും എല്ലാം നമുക്ക് എന്താവശ്യമാണ്, ലാംഗ്വേജ് യൂസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതെല്ലാമാണ് ഒരു ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് ഫങ്ഷൻസ്. ഇനി 3 ബേസിക് ഫങ്ഷൻസ് എക്സ്ട്രാ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഫോർമേറ്റീവ് ഫങ്ഷൻ വരുന്നുണ്ട്, എക്സ്പ്രസീവ് ഫങ്ഷൻ വരുന്നുണ്ട്, ഡയറക്റ്റീവ് ഫങ്ഷൻ വരുന്നുണ്ട്. ഡയറക്റ്റീവ് ആണ് കേട്ടോ. ഇൻഫോർമേറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാംഗ്വേജിനെ യൂസ് ചെയ്യും അല്ലെ, അതാണ് ഇൻഫോർമേറ്റീവ് ഫങ്ഷൻസ്. സെക്കൻഡ് വൺ ആണ് എക്സ്പ്രസീവ് ഫങ്ഷൻസ്. നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനും നമ്മുടെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാനും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ലാംഗ്വേജ് യൂസ് ചെയ്യും. തേർഡ് വൺ ആണ് ഡയറക്ട്ലി ഫങ്ഷൻ. ഡയറക്ട്ലി ഫങ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻസ് കൊടുക്കാനും നമുക്ക് മറ്റുള്ളവർക്ക് ഒരു റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനും ഒരു കമാൻഡ് കൊടുക്കാനും ഡയറക്ഷൻ കൊടുക്കാനും എല്ലാം നമുക്ക് എന്താണ് ലാംഗ്വേജിന് യൂസ് ചെയ്യാൻ പറ്റും. സോ ലാംഗ്വേജിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ബേസിക് ആയിട്ടുള്ള 3 ഫങ്ഷൻസ് ആണ് ഞാനിപ്പോ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ ആ ഒരു ഫങ്ഷൻസിനെ കുറച്ചും കൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന്റെ കൂട്ടത്തില് ജെഫ്രി ലീച്ചിന്റെ അഭിപ്രായ പ്രകാരം ഒരു എസ്തെറ്റിക് ഫങ്ഷൻ, എസ്തെറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു പോയറ്റിക് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നതിനെയാണ് എസ്തെറ്റിക് ഫങ്ഷൻ എന്ന് പറയാ. ഫാക്ടിക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഫാക്ടിക് ഫങ്ഷൻ. ഇപ്പൊ ഇതെല്ലാം ഈ 5 ഫങ്ഷൻസ് എന്തായാലും അറിഞ്ഞിരിക്കുക കേട്ടോ, എന്തൊക്കെയാണ് ലാംഗ്വേജിന്റെ ഫങ്ഷൻസ് എന്നുള്ളത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, നമ്മളെ കൾച്ചറൽ ഐഡന്റിറ്റി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്, നോളേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബിസിനസ്, നമ്മുടെ എന്താ പറയുക സോഷ്യൽ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാനും പേഴ്സണൽ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാനും എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവാനും എല്ലാം നമുക്ക് ലാംഗ്വേജിനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്, ഹോം ലാംഗ്വേജ് ആൻഡ് സ്കൂൾ ലാംഗ്വേജ്. എന്താണ് ഹോം ലാംഗ്വേജ്, എന്താണ് സ്കൂൾ ലാംഗ്വേജ്? ഓക്കെ, ഇതൊരു 5 മാർക്സ് ഇതൊരു 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഹോം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ, ലാംഗ്വേജ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ലേൺസ് ഡ്യൂറിംഗ് ദ ഏർലി ചൈൽഡ്ഹുഡ് ഇൻ ദ ഹോം എൻവയോൺമെന്റ്. ഒരു കുട്ടിയുടെ വീട്ടിലെ സാഹചര്യത്തിൽ, അതായത് ഒരു എന്താ പറയാ, ഒരു വീടിന്റെ അകത്ത് വെച്ച് കുട്ടികൾ പഠിക്കുന്ന ലേൺ ചെയ്യുന്ന പല കാര്യം, ആ ഒരു ലാംഗ്വേജിനെയാണ് ഹോം ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഏർലി ചൈൽഡ്ഹുഡിൽ കേട്ടോ, അവരുടെ വളരെ ഏർലി ആയിട്ടുള്ള ആ ഒരു ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ അവരുടെ ഒരു വീട്ടിൽ നിന്നുള്ള ആ ഒരു സെറ്റപ്പിൽ ലേൺ ചെയ്തെടുക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹോം ലാംഗ്വേജ്. നെക്സ്റ്റ്, ലേൺ ഫ്രം ഫാമിലീസ് ആൻഡ് നൈബേഴ്സ്. നമ്മൾ നമ്മുടെ വീട്ടുകാരിൽ നിന്നും നൈബേഴ്സിൽ നിന്നുമാണ് ഹോം ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത്. ഇറ്റ് ഇസ് ഓൾസോ റെഫേർഡ് ആസ് ഫസ്റ്റ് ലാംഗ്വേജ്, ഫാമിലി ലാംഗ്വേജ്, മദർ ടങ്, നേറ്റീവ് ലാംഗ്വേജ്. പല പേരുകളുണ്ട് കേട്ടോ ഇതിന്. എല്ലാതും ഉദ്ദേശിക്കുന്നത് ഹോം ലാംഗ്വേജ് തന്നെയാണ്. ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയാം, നമ്മുടെ മദർ ടങ് എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം. ഇനി ബ്ലൂംഫീൽഡ് ഒപ്പീനിയൻസ്, മദർ ടങ് ഇസ് ലേൺഡ് സിറ്റിംഗ് ഓൺ ദ ലാപ്പ് ഓഫ് ദ മദർ. അത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമാണ്. നമ്മുടെ മദർ ടങ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അമ്മയുടെ മടിത്തട്ടിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ മടിത്തട്ടിൽ നിന്നും ലേൺ ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത് ഹോം ലാംഗ്വേജ്, ബ്ലൂംഫീൽഡിന്റെ ഒരു അഭിപ്രായ പ്രകാരം. സോ ഹോം ലാംഗ്വേജ് ഒന്നുമല്ല, നമ്മളിപ്പോ നമ്മുടെ ബേസിക് ലാംഗ്വേജ്, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ് അല്ലെ. അപ്പൊ അതിനെയാണ് ഹോം ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷൻ, ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹോം ലാംഗ്വേജ് തന്നെയാണ്. ഇറ്റ് ഈസ് ഇൻസ്റ്റിങ്റ്റീവ് അല്ലെ. നമുക്ക് ഓൾറെഡി
എന്താണ് ബൈ ബർത്ത് നമുക്ക് നമ്മുടെ മദർ ടങ് ഒക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ ബൈ ബർത്ത് നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് വെരി റാപ്പിഡ്. പെട്ടെന്നായിരിക്കും നമ്മുടെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, പെട്ടെന്നായിരിക്കും നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഇറ്റ്സ് വെരി കംപ്ലീറ്റ് ആൻഡ് നോട്ട് റിക്വയേഴ്സ് ഇൻസ്ട്രക്ഷൻ. ഒരു എക്സ്ട്രാ ഒരു ഇൻസ്ട്രക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു ഹോം ലാംഗ്വേജ് അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാന്നുള്ളത്, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു സൊസൈറ്റിയിൽ നമ്മുടെ റോൾ മോഡലായിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഒരു പേഴ്സണൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ ഐഡന്റിറ്റിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫെസിലിറ്റൈസ് എ ബെറ്റർ ലേണിംഗ് ഓഫ് എനി അതർ ലാംഗ്വേജ് ലേറ്റർ ഇൻ ലൈഫ്. ഈ ഒരു ഹോം ലാംഗ്വേജ് അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് പഠിച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേറെ പല ലാംഗ്വേജും പഠിച്ചെടുക്കുന്നത്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊരു അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് തന്നെയാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ ഈ സിഗ്നിഫിക്കൻസ് ആയിട്ട് ഇതിൽ കാണിച്ചിട്ടുള്ളത്. എന്തൊക്കെയാന്നുള്ളതൊന്ന് വായിച്ചു നോക്കുക. ഇനി ഇഷ്യൂസ് എഫക്റ്റിംഗ് മാസ്റ്ററി ഓഫ് ഹോം ലാംഗ്വേജ്. ഇനി പല കുട്ടികളിലും ചിലപ്പോൾ ഈ ഒരു ഹോം ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നതിൽ തന്നെ ചില കുട്ടികൾ കാണിക്കാറുണ്ട് അല്ലെ. അതെന്തൊക്കെയാന്നുള്ളതാണ്. ഒന്ന് ഫിസിയോളജിക്കൽ പ്രോബ്ലം ലൈക്ക് സ്റ്റാമറിങ്. വിക്ക് കേട്ടിട്ടില്ലേ? വിക്കുള്ള പല കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ഹോം ലാംഗ്വേജ് അത്ര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇനി പ്രോബ്ലംസ് ലൈക്ക് ഹാർഡ് ഓഫ് ഹിയറിംഗ്, കേൾവി ശക്തിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ. അതുപോലെ യൂസ് ഓഫ് ബൈലിംഗ്വലിസം ബൈ പാരന്റ്സ്. ഒരു പാരന്റ് മലയാളം നന്നായിട്ട് സംസാരിക്കും, മറ്റേ പാരന്റ് വീട്ടിലാണെങ്കിൽ ഫുൾ തമിഴായിരിക്കും സംസാരിക്കുക. അപ്പൊ കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും കുട്ടിയുടെ ഹോം ലാംഗ്വേജ് എന്താന്നുള്ളത്. അപ്പൊ അത്തരം കുട്ടികളിലും ഈ ഹോം ലാംഗ്വേജ് മാസ്റ്ററിയിൽ ഒരു ബുദ്ധിമുട്ട്, യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് കുട്ടികൾ കേട്ടോ, ഈ പ്രോബ്ലംസ് ഉള്ളവര്. ഓക്കെ, ഇനി എന്തൊക്കെ നമുക്ക് ഹോം ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സ് ആണ്. വീട്ടിൽ വളരെ ഫ്ലുവന്റ് ആയിട്ട് ഹോം ലാംഗ്വേജ് എല്ലാ ഫാമിലി മെമ്പേഴ്സും വീട്ടിൽ യൂസ് ചെയ്യുക. കുട്ടികളെ യൂസ് ചെയ്യാൻ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. കുട്ടികളുമായിട്ട് ഫ്രീക്വന്റ് ആയിട്ടൊരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നടത്താം. ഗീവ് അറ്റൻഷൻ ഓൺ സ്പീച്ച് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ. കുട്ടികളുടെ സ്പീച്ച് ഡെവലപ്മെന്റിന് പാരന്റ്സ് കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുക്കുക. ചൂസ് വൺ ലാംഗ്വേജ് ആസ് ഫസ്റ്റ് ലാംഗ്വേജ്. കുട്ടികളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ, ലൈക്ക് ബൈലിംഗ്വലിസം വീട്ടിൽ കൊണ്ടുവന്ന കുട്ടികൾക്ക് എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. സോ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ ഫോക്കസ് ചെയ്തിട്ട് കുട്ടികളെ അതിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഹോം ലാംഗ്വേജ്. ഒരു 5 മാർക്കൊക്കെ പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു 2.5 മാർക്കിന് ഹോം ലാംഗ്വേജ് എഴുതാം, ഒരു 2.5 മാർക്കിന്റെ ബേസിസിൽ സ്കൂൾ ലാംഗ്വേജും എഴുതാൻ ശ്രമിക്കാം. സ്കൂൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നും ലേൺ ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഇപ്പൊ സ്കൂളിൽ നമ്മൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പൊ നമ്മുടെ സ്കൂൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. If a language other than the mother tongue is a medium of instruction, then the language of medium of instruction is known as second language. നമ്മുടെ മദർ ടങ് അല്ലാതെ നമ്മൾ വേറെ ഏതൊരു ലാംഗ്വേജ് നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും അതിനെയാണ് നമ്മൾ സ്കൂൾ ലാംഗ്വേജ് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. കൂടുതലായിട്ടൊന്നും ഇതിന്റെ ഫോക്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ടോപ്പിക്സ് നോക്കി വെച്ചാൽ മതി. ഇംഗ്ലീഷ് ആണ് പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് സ്കൂൾ ലാംഗ്വേജ്. നമ്മുടെ സബ്ജക്ട്സ് നമ്മൾ ലേൺ ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. പല കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ പഠിക്കുന്നതും ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരിക്കും. നമ്മുടെ അക്കാഡമിക് ലാംഗ്വേജ് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജിന്റെ സഹായത്തോടു കൂടിയാണ്. ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഇൻസൈഡ് ദ സ്കൂൾ സെക്കൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ്, ഇനി സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ സ്കൂൾ ലാംഗ്വേജിനെ എഫക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ടൈം കൺസ്യൂമിംഗ് ആണ്, കുറച്ച് കൂടുതൽ സമയം എടുക്കും കുട്ടികൾ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലെവൽ ഓഫ് മാസ്റ്ററിംഗ് എ ലാംഗ്വേജ് ഡിഫേഴ്സ് ഫ്രം സ്റ്റുഡൻസ് ടു സ്റ്റുഡൻസ്. പല കുട്ടികളും ഡിഫറെന്റ് ആണ് അല്ലെ. ഓരോ കുട്ടികളും പഠിച്ചെടുക്കാൻ എടുക്കുന്ന സമയം ഡിഫറെന്റ് ആയിരിക്കും. ചില കുട്ടികൾ പെട്ടെന്ന് പഠിച്ചെടുക്കും, ചില കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് മാസ്റ്ററിംഗ് പല കുട്ടികളിലും ഡിഫറെന്റ് ആയിരിക്കും. അവർക്ക് അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കുക. ഓക്കെ, അതൊക്കെയാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ. സ്കൂൾ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ ചില കുട്ടികൾ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. ഇനി എങ്ങനെ നമുക്ക് സ്കൂൾ ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യാം? നമുക്കൊന്ന് വീട്ടിൽ നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം അല്ലെ. വീട്ടിലും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആ ഒരു സ്കൂൾ ലാംഗ്വേജ് ഇംപ്രൂവ് ആവും. കുട്ടികൾക്ക് കൂടുതൽ എക്സ്പോഷർ കൊടുക്കുക, ലൈക്ക് ബുക്സ് റീഡ് ചെയ്യാൻ ശ്രമിക്കുക, ഇംഗ്ലീഷ് ന്യൂസുകൾ ഇരുന്ന് കാണുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മാസ്റ്ററി കുറച്ചും നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, അതിന്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് ഒന്നുകൂടെ അവിടെ കാണിച്ചിട്ടുള്ളത്.
ഇനി ഈ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ഇത് ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു സെക്ഷൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ 5 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത്. ചിലപ്പോ പെർട്ടിക്കുലർലി ചോദിക്കാം, എസ് എ റൈറ്റിംഗ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഡിസ്കസ് ചെയ്യാൻ പറയാം. ഇല്ല, ഒരു എസ് എ ആയിട്ട് ജനറലൈസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 5 കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയൊക്കെ നമുക്ക് ലാംഗ്വേജിനെ നമുക്കൊരു നെക്സ്റ്റ് തലത്തിലോട്ട് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡ്രാമ അല്ലെ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡ്രാമ ചെയ്യാറുണ്ടായിരുന്നില്ല. നമ്മളൊരു സ്റ്റോറീനെ പ്രസന്റ് ചെയ്യും അല്ലെ എല്ലാവരും മുന്നിലും. അത് മേ ബി ഒരു കോമഡി ആയിരിക്കാം, ഒരു ട്രാജഡി ആയിരിക്കാം, മേ ബി ഒരു മെലോ ഡ്രാമ ആയിരിക്കാം. നമ്മളൊരു റോൾ പ്ലേ മോഡൽ എല്ലാം വെച്ചിട്ട് നമ്മളൊരു ഡ്രാമ പ്രസന്റ് ചെയ്യാറുണ്ട്. അതാണ് ഡ്രാമറ്റൈസേഷൻ. നെക്സ്റ്റ് വൺ ഈസ് അതിന്റെ ജസ്റ്റ് അഡ്വാൻറ്റേജസ് ആണ്. സെൽഫ് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നെക്സ്റ്റ് എസ് എ റൈറ്റിംഗ് അല്ലെ, നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമാണ് എസ് എ റൈറ്റിംഗ്. അതായത് നമ്മൾ ഇംഗ്ലീഷ് എസ് എ റൈറ്റിംഗും മലയാളം എസ് എ റൈറ്റിംഗും എല്ലാം ഉണ്ടായിരിക്കും. നമ്മൾ റൈറ്റ് ചെയ്യാണ് അല്ലെ, നമ്മൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നെറേറ്റീവ് ആയിട്ട് നമ്മൾ നമ്മുടെ കുറച്ച് ഭാവനകളെല്ലാം യൂസ് ചെയ്ത് എഴുതുന്ന ഒരു കാര്യമാണ് എസ് എ റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എസ് എഴുതുമ്പോൾ നമ്മൾ പല പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതും. നമ്മളൊരു ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതും, നമ്മളൊരു സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എഴുതും. അപ്പൊ എഴുത്ത് പല ഡിഫറെന്റ് വ്യൂസിൽ നിന്നും ആവാം. അതാണ് എസ് എ റൈറ്റിംഗ്. മൂന്നാമത്തേത് അതിന്റെ ഇമ്പോർട്ടൻസ്, റീഡിംഗ് സ്കിൽസ് എല്ലാം കൂടും, റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ആവും, നമ്മൾ പ്രൊഡക്റ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യും, പ്രസന്റേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും, അതെല്ലാമാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റോറി ടെല്ലിംഗ്. അടുത്ത ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഇത് കുറച്ചൊരു ഓൾഡ് ടൈപ്പ് ആണ് അല്ലെ. നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന പണ്ട് തൊട്ടേ നമ്മൾ സ്കൂളുകളിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന ലിസണേഴ്സിന്റെ മുന്നിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്യും. നമ്മുടെ വോയിസും നമ്മുടെ ജെസ്റ്റേഴ്സും അല്ലെ, നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് പ്രസന്റ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ ഒരു സ്റ്റോറീന്റെ കംപ്ലീറ്റ് ഇമോഷൻസ് കൊണ്ടുവന്നിട്ട് നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യും. നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് എന്ത് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണോ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം, അവരെന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മളൊരു സ്റ്റോറി പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് എസ് എ റൈറ്റിംഗ്, ഡ്രാമ, സ്റ്റോറി ടെല്ലിംഗ് എന്നൊക്കെ പറയുന്ന കാര്യം. ഞാൻ വല്ലാതെ ഇതിനെ ഫോഴ്സ് ചെയ്ത് ജസ്റ്റ് സമയം വേസ്റ്റ് ആക്കുന്നില്ല. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ ക്ലാസ് റൂംസിൽ ചെയ്യാറുണ്ട് അല്ലെ. നമ്മളൊരു ടോപ്പിക് കൊടുക്കും കുട്ടികൾക്ക്, ഒരു 20 to 40 minutes ഡിസ്കഷൻ ടൈം കൊടുക്കും. ഓരോ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സും അവരുടേതായിട്ടുള്ള ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യും, ഷെയർ ചെയ്യും. നമ്മൾ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഒരു ഗ്രൂപ്പ് സംസാരിക്കുമ്പോൾ നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് മറ്റുള്ള ഗ്രൂപ്പ്സ് അത് കേട്ടിരിക്കണം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ആർഗ്യുമെന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പേഴ്സണലി പറയാൻ പാടില്ല. ഈ ഒരു കോണ്ടന്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ, ഡിസഗ്രിമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഉന്നയിക്കാവുന്നതാണ് കേട്ടോ, ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, പിന്നെ പിയർ ട്യൂട്ടറിങ് വരുന്നുണ്ട് നെക്സ്റ്റ് ഇതില് അല്ലെ. നമ്മളെ പിയർ മെന്ററിങ് നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു ടീച്ചറായിട്ട് എന്താണ് ആക്ട് ചെയ്യുക. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് പഠിപ്പിച്ചു കൊടുക്കുക, അവരും കൂടെ വളരാൻ വേണ്ടിയിട്ട്. ഒരു എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ഷെയറിംഗ് ആണ് പിയർ ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. എഫക്റ്റീവ് ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിയർ ട്യൂട്ടറിംഗ് യൂസ് ചെയ്യാറുള്ളത്. പലതരത്തിലുള്ള ട്യൂട്ടറിംഗ് ഉണ്ട്. നമ്മൾ സെയിം ഏജ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം ട്യൂട്ടറിംഗിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്രോസ് ഏജ് പിയർ ട്യൂട്ടറിംഗ് ചെയ്യാം. ഓൾഡർ സ്റ്റുഡന്റ്, ഒരു 5th ഒരു കുട്ടി ഒരു 4th കുട്ടീനെ പഠിപ്പിക്കുക, അങ്ങനെ പലതരത്തിലുള്ള ട്യൂട്ടറിംഗും പോസിബിൾ ആണ് കേട്ടോ. പിന്നെ പിയർ ട്യൂട്ടറിംഗിന്റെ ബെനിഫിറ്റ്സ് ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ് എ റൈറ്റിംഗ്, ഡ്രാമ, അതുപോലെ സ്റ്റോറി ടെല്ലിംഗ്, പിയർ ട്യൂട്ടറിംഗ് ഒന്ന് നോക്കി വെക്കുക. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. ലാംഗ്വേജ് സ്കിൽസ് LSRW, അതിൽ റിസപ്റ്റീവ് സ്കിൽസ് ഏതൊക്കെയാന്നുള്ളത് പറഞ്ഞു, പ്രൊഡക്റ്റീവ് സ്കിൽസ് ഏതൊക്കെയാന്നുള്ളത് പറഞ്ഞു, നോട്ട് ചെയ്ത് വെക്കുക. LR ലിസണിങ്ങും റീഡിങ്ങും ആണ് റിസപ്റ്റീവ് സ്കില്ല്, റൈറ്റിങ്ങും സ്പീക്കിങ്ങും പ്രൊഡക്റ്റീവ് സ്കില്ലാണ് കേട്ടോ. പിന്നെ
പിന്നെ ഇതില് ഈ ഒരു സ്കിൽസില് ഒരുപാട് സ്കിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കാനുള്ളത് ലാംഗ്വേജ് സ്കിൽസ് ആണ് പ്രധാനമായിട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഈ 4 ലാംഗ്വേജ് സ്കിൽസ്. പിന്നെ ലിറ്റററി സ്കിൽസും ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടു. ബാക്കിയുള്ള ഈ സ്കിൽസ് ഒന്ന് വായിച്ചേക്കണം, എന്തായാലും വിടണ്ട. ലിറ്റററി സ്കിൽ എന്ന് പറയുമ്പോൾ റെഫർ ടു ദ റിക്വയർഡ് ഫോർ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. നമുക്ക് വായിക്കാനും എഴുതാനും നമുക്ക് ലിറ്റററി അല്ലെ, നമുക്ക് കുറച്ച് അറിവുണ്ടെങ്കിൽ മാത്രമേ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കുള്ളൂ. ഇറ്റ് ഇൻക്ലൂഡ്സ് അവയർനെസ് ഓഫ് സൗണ്ട് ഓഫ് ലാംഗ്വേജ്. നമ്മളെ ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സൗണ്ട്സിനെ കുറിച്ചൊരു അവയർനെസ് വേണം. ഫോം ഓഫ് ലെറ്റേഴ്സ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലെറ്റേഴ്സ് ആൻഡ് സൗണ്ട്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സും അതെങ്ങനെ സൗണ്ട്, അതിന്റെ സൗണ്ട് എങ്ങനെയാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും ഒരു അവയർനെസ് വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പൊ പ്രധാനമായിട്ടും സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മീനിങ് ഓഫ് ലാംഗ്വേജ്, ലാംഗ്വേജിന്റെ മീനിങ്സ്, ലാംഗ്വേജിന്റെ ഫങ്ഷൻസ്, ഹോം ലാംഗ്വേജ് അഥവാ ഫസ്റ്റ് ലാംഗ്വേജ് എന്താണ്, സ്കൂൾ ലാംഗ്വേജ് അഥവാ സെക്കൻഡ് ലാംഗ്വേജ് എന്താണ്, ഇതൊക്കെ അക്വയർ ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ള ഭാഗങ്ങളും ഒന്ന് നോക്കി വെക്കുക. പിന്നെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് നമ്മൾ പറഞ്ഞു. എസ്സേ റൈറ്റിംഗ്, ഡ്രാമ, സ്റ്റോറി ടെല്ലിംഗ്, ഈ കാര്യങ്ങളും നോക്കി വെക്കണം എന്തായാലും. പിന്നെ നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് LSRW. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആണ് സെക്കൻഡ് ചാപ്റ്ററിൽ പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ചാപ്റ്ററും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി 2 ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് സെഷൻ ആയിട്ട് വെക്കാം അല്ലെ? നിങ്ങളുടെ അഭിപ്രായം എന്താ? നെക്സ്റ്റ് സെഷനിൽ വെക്കാൻ ടൈം ഉണ്ടാവോ? നാളെ മറ്റൊന്ന് എക്സാം അല്ലേ? ലാംഗ്വേജ് ഓക്കെ, നാളെ നിങ്ങൾ പലരും യാത്രയിലൊക്കെ ആയിരിക്കോ? അല്ലെങ്കിൽ പിന്നെ ഈ സബ്ജക്റ്റിന്റെ തലേന്ന് നൈറ്റോ അല്ലെങ്കിൽ ഇന്ന് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോവുക ഇമ്പോർട്ടൻസ് ഏതൊക്കെ, അങ്ങനെ ചെയ്യാം. നമുക്ക് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. തേർഡ് ചാപ്റ്ററില് ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എല്ലാ പോർഷൻസും കൂടെ പറയാൻ വേണ്ടിയിട്ടാ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ടോപ്പിക്സ് ഒന്ന് നോട്ട് ചെയ്യണം. തേർഡ് ചാപ്റ്റർ ഞാൻ ഷെയർ ചെയ്യാം. ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ ഫുൾ ലാംഗ്വേജ്. തേർഡ് ചാപ്റ്റർ കാണുന്നുണ്ടോ? 1 സെക്കൻഡ്. ഓക്കെ ഓക്കെ, തേർഡ് ചാപ്റ്റർ ഇന്റഗ്രേറ്റഡ് കരിക്കുലം ആൻഡ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ. ഇതില് ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണക്റ്റഡ്, സീക്വൻസ്ഡ്, ഷെയർഡ്, വെബ്. ഇന്റഗ്രേറ്റഡ് കരിക്കുലം എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതുപോലെ ഇതിന്റെ 4 ടൈപ്പ് ആണ് കേട്ടോ പ്രധാനമായിട്ടും പറയുന്നത്. ഫസ്റ്റ് വൺ കണക്റ്റഡ് ആണ്. ടോപ്പിക് സറൗണ്ടിങ് ഡിസിപ്ലിൻസ് ആർ കണക്റ്റഡ്. ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു സബ്ജക്ട് തന്നെ എടുക്കുകയാണെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ ഒരേപോലെയുള്ള ടോപ്പിക്സിനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അതിനെയാണ് കണക്റ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് എന്താണ് അത് റിവ്യൂ ചെയ്യാനും അതിനെ എന്താണ് നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യാനും എല്ലാം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇന്റഗ്രേറ്റഡ് കരിക്കുലം ഇപ്പൊ നമ്മൾ പല സ്കൂളുകളിലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇത് അല്ലെ. ഫിസിക്കൽ എഡ്യൂക്കേഷനായിട്ട് കമ്പയർ ചെയ്യുക, സോഷ്യലും സയൻസും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുക. ഇതിപ്പോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ കണക്ട് ചെയ്ത് പഠിപ്പിക്കുക. അത് കുട്ടികളിൽ പെട്ടെന്ന് അതിനെ റിറ്റെയിൻ ചെയ്യാനും മെമ്മറിയിൽ അവർക്ക് അതിനെ സ്റ്റോർ ചെയ്യാനും എളുപ്പമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സീക്വൻസ്ഡ്. സിമിലർ ഐഡിയാസ് ആർ ടോട്ട് ടുഗെദർ. സീക്വൻസ്ഡ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഫിസിക്സിലെ ഒരു കൺസെപ്റ്റും ബയോളജിയിലെ ഒരു കൺസെപ്റ്റിനെയും കൂടെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ കൂട്ടി പഠിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോൺസിനെ കുറിച്ച് പഠിക്കുന്നത് ഫിസിക്സിലും ബയോളജിയിലും മേ ബി വന്നേക്കാം. സോ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻസിലുള്ള സബ്ജക്ട്സിനെ ഒരുമിച്ച് കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നതിനെയാണ് സീക്വൻസ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കണക്റ്റഡ് അങ്ങനെ ആയിരുന്നില്ല, ഒരു സബ്ജക്റ്റിലുള്ള സെയിം ടോപ്പിക്സിനെ കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നതാണ് കേട്ടോ കണക്റ്റഡ് എന്ന് പറയാം. തേർഡ് വൺ is ഷെയർഡ്. ഷെയർഡ് എന്ന് പറയുമ്പോൾ teachers plan to integrate units among 2 disciplines.
യെസ്, the structure of the eye could be taught by biology teacher and physics teacher. ഷെയർ ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും അല്ലെ? നമ്മളിപ്പോ ഫിസിക്സിലും അതുപോലെ തന്നെ ബയോളജിയിലും സ്ട്രക്ചർ ഓഫ് ഐ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് ഫിസിക്സ് ടീച്ചർ തന്നെ എടുത്തോളണം എന്നില്ല. അത് വേണമെങ്കിൽ ബയോളജി ടീച്ചർക്ക് അത് ഷെയർ ചെയ്ത് പഠിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഷെയർ ചെയ്തിട്ട് ആ ഒരു ഇന്റഗ്രേറ്റഡ് കരിക്കുലം മുന്നോട്ട് കൊണ്ടുപോവാം. ഫോർത്ത് വൺ ഇസ് വെബ്ഡ്. Teachers decide to base all the subject areas around central theme. ഇവിടെ എന്താണെന്ന് അറിയാം, ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജോഗ്രഫി, ഹിസ്റ്ററി എല്ലാ ടൈപ്പിലുള്ള ടീച്ചേഴ്സും എന്ത് ചെയ്യും, ഒരു സെൻട്രൽ തീം സെലക്ട് ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ അവരെ പഠിപ്പിക്കുക, കുട്ടികളെ കണക്ട് ചെയ്ത് പഠിപ്പിക്കുക. ഇപ്പൊ നമ്മള് ആർട്ട് ഇന്റഗ്രേറ്റഡ് പ്രൊജക്ട് പല സ്കൂളുകളിലും ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇന്ത്യൻ സ്റ്റേറ്റ് എടുത്തിട്ട് അവിടെയുള്ള അവരുടെ കൾച്ചർ, അതിനെ മാത്സ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരുടെ ഫെസ്റ്റിവൽസ് എന്തൊക്കെയാണ്, അപ്പൊ അതിന്റെ ഷെയ്പ്സ് എന്തൊക്കെ വരും, മാത്സും ഇംഗ്ലീഷും സയൻസും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് വെബ്ഡ് ആക്കി പഠിപ്പിക്കുന്നതിനെയാണ് വെബ്ഡ് കരിക്കുലം എന്ന് പറയുന്നത്. സോ ടൈപ്സ് 4 ഭാഗമായിട്ടാണ് പ്രധാനമായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് കണക്റ്റഡ്, സെക്കൻഡ് വൺ ഇസ് സീക്വൻസ്ഡ്, തേർഡ് വൺ ഇസ് ഷെയർഡ് ആൻഡ് ഫോർത്ത് വൺ ഇസ് വെബ്ഡ്. ഇതിന്റെ മെയിൻ ടോപ്പിക്സ് മാത്രം അറിഞ്ഞിരിക്കുക, ബാക്കിയുള്ളത് നമ്മളതായിട്ടുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, ഇനി ഇതില് ഓക്കെ ഫീച്ചേഴ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. 5 മാർക്കായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം, അതുപോലെ തന്നെ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം. കീ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ കരിക്കുലം എന്ന് പറയുന്ന കൺസെപ്റ്റ്സിന് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് കേട്ടോ. എ ക്ലിയർ ഫോക്കസ് ഫോർ ദ കരിക്കുലം മസ്റ്റ് ബി പ്രസന്റ് ടു ഹെൽപ് ദ ടീച്ചർ ഐഡന്റിഫൈ ദ ടോപ്പിക്സ് ഓർ ഏരിയാസ് ഓഫ് സ്റ്റഡി ദാറ്റ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ചിട്ട്, ഈ ഇന്റഗ്രേറ്റഡ് കരിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ടീച്ചേഴ്സിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ആദ്യം തന്നെ കൊടുക്കണം. എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, ഏതൊക്കെയാണ് ഏരിയാസ് ഓഫ് സ്റ്റഡി എന്നുള്ളത് ടീച്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്യണം. ടീച്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് മസ്റ്റ് ബി അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് ബേസിക് റീഡിംഗ് ആൻഡ് ദ മാത്തമാറ്റിക്കൽ സ്കിൽസ് ആർ ലിങ്ക്ഡ് വിത്ത് അതർ ആർട്ട് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ടീച്ചേഴ്സിന് വ്യക്തമായിട്ടുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ട് മനസ്സിലാക്കി കൊടുക്കുക, നമ്മുടെ ബേസിക് ആയിട്ടുള്ള റീഡിങ്ങും മാത്തമാറ്റിക്കൽ സ്കിൽസും അതുപോലെ തന്നെ സയൻസും ആർട്ടും ഇത്തരം എല്ലാ ലാംഗ്വേജസും എന്താണ്, കണക്റ്റഡ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, പിന്നെന്താണ്, ഇന്റഗ്രേറ്റഡ് കരിക്കുലം ഇൻവോൾവ്സ് എ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് കൊളാബറേറ്റ് ഇൻ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റ് ഇൻ ദ കരിക്കുലർ പ്രോഗ്രാം. നമ്മുടെ സ്കൂളിലുള്ള കരിക്കുലർ പ്രോഗ്രാംസ് എന്ത് പ്ലാൻ ചെയ്യുകയാണെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിലും ടീച്ചേഴ്സിന് അതിലൊരു വ്യക്തമായിട്ടുള്ള റോൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെയാണ് ഇന്റഗ്രേറ്റഡ് കരിക്കുലത്തിന്റെ ഫീച്ചേഴ്സ്. അതായത് ടീച്ചേഴ്സിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആദ്യം തന്നെ കൊടുക്കണം. എന്താണ് ഈ ഇന്റഗ്രേറ്റഡ് കരിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ടീച്ചേഴ്സിന് ആദ്യം വ്യക്തമാക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു സിസ്റ്റം സ്കൂളുകളിലും ക്ലാസ് റൂമിലും വളരെ വ്യക്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സിന്റെ കൊളാബറേഷൻ, അവരുടെ പ്ലാനിങ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഇതിൽ വരുന്നത് മോഡൽസ് ഓഫ് കരിക്കുലം ഇന്റഗ്രേഷൻ. ഇത് ഒരു 10 മാർക്കിന്റെ എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു 90% എന്തായാലും ഈ ഒരു ഭാഗത്തിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മോഡൽസ്: മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ, ഇന്റർ ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ, ട്രാൻസ് ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ. മേ ബി ഇതിന്ന് ഫോക്കസ് ചെയ്തിട്ട് മേ ബി 1-2 ചോദിക്കാം കേട്ടോ. നമുക്ക് പറയാൻ പറ്റില്ല. 3 എണ്ണത്തിനെ കുറിച്ചിട്ടും ഒരു ഐഡിയ എന്തായാലും ഉണ്ടായിരിക്കണം. മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാല് ഡ്രോയിങ് നോളേജ് ഫ്രം ഡിഫറെന്റ് ഡിസിപ്ലിൻസ് ടു സ്റ്റഡി എ ടോപ്പിക്. ഒരു ടോപ്പിക് പഠിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള നോളേജും അല്ലെങ്കിൽ എന്താ പറയാ ഹെൽപ്പും നമ്മൾ നേടിയെടുക്കുക. ഒരു ടോപ്പിക്കിനെ പഠിക്കാൻ പല ആസ്പെക്റ്റിൽ നിന്നും അതിനെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. സ്റ്റുഡന്റ് സ്റ്റഡി എ ടോപ്പിക് ഫ്രം ദ വ്യൂ പോയിന്റ്സ് ഓഫ് മോർ ദാൻ വൺ ഡിസിപ്ലിൻ. ഒരു ടോപ്പിക്കിനെ ഞാൻ പറഞ്ഞില്ലേ, ഒന്നിൽ കൂടുതൽ തലങ്ങളിൽ നിന്നും ചിന്തിച്ച് മനസ്സിലാക്കി വ്യക്തമാക്കി പഠിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷൻ എന്ന് പറയാം. മൾട്ടി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2ൽ കൂടുതൽ. അക്കാഡമിക് ആൻഡ് ടെക്നിക്കൽ റിഗർ
ഒതന്റിസിറ്റി, നമ്മൾ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നമ്മൾ വളരെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്ലൈഡ് ലേണിംഗ്, പ്രോബ്ലം സോൾവിങ് കുട്ടികളിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ആക്റ്റീവ് എക്സ്പ്ലോറേഷൻ, അല്ലെ, ക്ലാസ് റൂമിൽ നിന്നുള്ള ഒരു ബിയോണ്ട് ക്ലാസ് റൂം കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വേദി അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അഡൾട്ട് കണക്ഷൻ, കുട്ടികളെ അഡൾട്ടിൽ നിന്നും പല കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു അഡൾട്ട് മെന്റർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു കണക്ഷൻ കുട്ടികൾക്ക് എപ്പോഴും പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അസസ്മെന്റ് പ്രാക്ടീസ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ ക്രൈറ്റീരിയാസ് നമുക്ക് കുട്ടികളിൽ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെ. അപ്പോൾ ഇതെല്ലാമാണ് മൾട്ടി ഡിസിപ്ലിനറി കരിക്കുലം ഇന്റഗ്രേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഗോൾസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ആക്റ്റീവ് ലേണിംഗ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്കൊരു ഡൈവേഴ്സ് പോപ്പുലേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ എഡ്യൂക്കേഷണൽ ആൻഡ് കരിയർ പ്ലാനിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറിയുടെ അഡ്വാൻറ്റേജ് കേട്ടോ. ഇതിന്റെ ലേണിംഗ് ഔട്ട്കംസ്, അവർക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇംപ്രൂവ് ആവും. കുട്ടികൾ അപ്ലിക്കേഷൻ ഓഫ് ഓട്ടോണമി ഇൻ ലേണിംഗ്. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്വയം പഠിക്കാനുള്ള, അല്ലെ, സ്വയം പ്രാപ്തരാക്കുക കുട്ടികളെ, പഠിച്ചെടുക്കാൻ, പഠിത്തത്തിൽ അല്ലെങ്കിൽ അവരുടെ ലേണിംഗിൽ അവരെ സ്വയം പ്രാപ്തരാക്കുക. പ്രാക്ടിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അക്കാഡമിക്സിനെ കുട്ടികൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാനെല്ലാം സാധിക്കും. അതാണ് മൾട്ടി ഡിസിപ്ലിനറി. ഇനി ഇന്റർ ഡിസിപ്ലിനറി കണക്ഷൻ എന്താന്നുള്ളത് നോക്കാം. ഇന്റഗ്രേറ്റിംഗ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് മോർ ദാൻ വൺ അക്കാഡമിക് ഡിസിപ്ലിൻ ടു എക്സാമിൻ എ തീം, ഇഷ്യൂ, ക്വസ്റ്റ്യൻ ഓർ ടോപ്പിക്. ഒരു ടോപ്പിക്കിനെ നേരിടാൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനെ എന്താ പറയാ, ഒന്നിൽ കൂടുതൽ അക്കാഡമിക് ഡിസിപ്ലിനെ അതിന്റെ സപ്പോർട്ടോട് കൂടെ നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അതിനെ നേരിടുന്നതിനെയാണ് ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുക കേട്ടോ. ഇതിന്റെ അഡ്വാൻറ്റേജ്, ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. എല്ലാത്തിലും പ്രോബ്ലം സോൾവിങ് സ്കിൽസും അവരുടെ പ്രാക്ടിക്കൽ സ്കിൽസും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും എല്ലാം ഇംപ്രൂവ് ആവും. കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള, മനസ്സിലാക്കാനുള്ള ഒരു കുട്ടികളുടെ കഴിവ്, ഇൻക്രീസ്ഡ് റിട്ടൻഷൻ, അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതിന് കുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. നമ്മൾ എന്തും വ്യക്തമാക്കി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ മെമ്മറി റിട്ടൻഷൻ വളരെ കൂടുതലായിരിക്കും, അല്ലെ. നമ്മൾ വെറുതെ ക്ലാസ് റൂമിൽ പോയിട്ട് എന്തെങ്കിലും പഠിപ്പിക്കുക എന്നുള്ളതിൽ ഉപരി നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനെ എന്താ പറയാ, സോഷ്യലിൽ അതിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിൽ നമുക്ക് അതിനെ എങ്ങനെ കണക്ട് ചെയ്യാം. ഈ ഒരു കണക്ഷൻ എപ്പോഴും കുട്ടികൾക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് അവർ മറക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതാണ് ഈ ഒരു ഡിസിപ്ലിനറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂസിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ, അത് ക്ലാസ് റൂംസിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ടീച്ചേഴ്സ് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ പ്രാക്ടീസിങ്, കുട്ടികൾക്ക് ഇനഫ് പ്രാക്ടീസ് കൊടുക്കുക. ഫീഡ്ബാക്ക്, അല്ലെ, കുട്ടികൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും അത് ഇവാലുവേറ്റ് ചെയ്യുക, അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക. അസസ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ തലങ്ങൾ കഴിയുമ്പോഴും അതിനെ നമ്മൾ അസസ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അടുത്തതാണ് ട്രാൻസ് ഡിസിപ്ലിനറി ഇന്റഗ്രേഷൻ. ഡിമാൻഡ്സ് ലേണേഴ്സ് ടു ലേൺ ബിയോണ്ട് ദ ഡിസിപ്ലിൻ, അല്ലെ. നമ്മൾ ആ ഒരു നമ്മൾ ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം അല്ലെങ്കിൽ ബിയോണ്ട് ദ ലെവൽ നമ്മൾ പറയില്ലേ, അപ്പൊ ആ ഒരു അതിനപ്പുറം എന്തെങ്കിലും കുട്ടികൾക്ക് ലേൺ ചെയ്യാൻ എപ്പോഴും സാധിക്കണം. അത് കുട്ടികളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലിനെയും അവർ പല കാര്യങ്ങളും, പല ആക്ടിവിറ്റീസിലൂടെ പല കാര്യങ്ങളും അവർ കുട്ടികൾ പഠിച്ചെടുക്കും. കുട്ടികൾക്ക് ഒരു പ്രൊജക്ട് ടൈപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെല്ലാം കൊടുക്കുക. അപ്പൊ അവരതിൽ നിന്ന് കളക്ഷൻ, ഓർഗനൈസിങ്, ഡാറ്റ പ്രസന്റേഷൻ, എല്ലാ കാര്യങ്ങളും ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇൻഡിവിജ്വൽ വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, സൊസൈറ്റി ആയിട്ട് അവർക്ക് പല ഇന്ററാക്ഷൻസ് വേണ്ടി വരും ഒരു പ്രൊജക്ട് ഒക്കെ കൊടുക്കുമ്പോൾ, അല്ലെ. അപ്പൊ അത്തരമായിട്ടുള്ള എല്ലാ ഹോളിസ്റ്റിക് എക്സ്പീരിയൻസും കുട്ടിക്ക് ഒരു ട്രാൻസ് ഡിസിപ്ലിനറി ഇന്റഗ്രേഷനിൽ നിന്നും ലഭിക്കാൻ സാധിക്കും. ഒരു പ്രൊജക്ട് ടൈപ്പ് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഒരു ബിയോണ്ട് ദ ഡിസിപ്ലിൻ പല പുതിയ പുതിയ കാര്യങ്ങൾ കുട്ടികൾക്ക് ലേൺ ചെയ്യാൻ സാധിക്കും. അതിലൂടെ അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റും ഇമോഷണൽ ഡെവലപ്മെന്റും എല്ലാം ഉണ്ടാവും കേട്ടോ. ഇതാണ് ആ ഇന്റഗ്രേഷൻ കരിക്കുലം പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ്. ആ മോഡൽസ് 3 എന്തായാലും നോക്കി വെക്കാം. ഓക്കെ, മൾട്ടിയോ ട്രാൻസോ മേ ബി 3 ചോദിക്കാം, അല്ലെങ്കിൽ 1 or 2 സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. ഈ സ്പൈറൽ കരിക്കുലം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പക്ഷെ ഞാൻ അത് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇത് നോക്കി വെക്കണം കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമ്മളിപ്പോ 1ാം ക്ലാസ്സിൽ നമ്മൾ അഡീഷൻ 1+2 പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 2ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മൾ 20+30 കുറച്ചും കൂടെ അതിന്റെ ഒരു ഹയർ ലെവൽ പഠിക്കും. അപ്പൊ നമ്മൾ ഓരോ ലെവല് നമ്മൾ ക്രോസ് ചെയ്യുമ്പോഴും നമ്മൾ മുന്നേ പഠിച്ചതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് അതിന്റെ ഒരു കോംപ്ലക്സ് ലെവൽ ഇങ്ങനെ പഠിച്ചു
സ്പൈറലി നമ്മൾ ഈ ഒരു സാധനം ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ക്ലാസ്സും എന്താണ് കഴിയുമ്പോഴും അതിന്റെ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഇൻക്രീസ് ചെയ്യും. നമ്മൾ ആ പഠിക്കുന്ന ആ ഒരു ടോപ്പിക്കിന്റെ കോണ്ടന്റിന്റെ ഒരു വലുപ്പം കൂടി വരും എന്നുള്ളത് മാത്രം. പ്രീവിയസ് നോളേജ് എപ്പോഴും നമുക്കൊരു പുതിയ നോളേജ് പഠിച്ചെടുക്കാൻ വേണം. അഡീഷൻ തീരെ ചെയ്യാൻ അറിയാത്ത ഒരാള് 3ാം ക്ലാസ്സിൽ വന്നിരുന്നിട്ട് 3 ഡിവിഷൻ അല്ലെങ്കിൽ 3-4 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ കഴിയോ? ഇല്ല. മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാതെ വന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ അവർക്ക് കഴിയില്ല. അപ്പൊ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഓരോ പ്രീവിയസ് നോളജ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് നമുക്ക് വീണ്ടും റീവിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, അതാണ് സ്പൈറൽ കരിക്കുലം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. മേ ബി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടില്ല, ബട്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് നോക്കി വെക്കണം കേട്ടോ. പിന്നെ ഒരു 5 മാർക്ക് ആയിട്ടുള്ള ഒരു ഷോർട്ട് എസ്സേ ആണ് ഈ ഒരു ചാപ്റ്ററിന്. ഡു കോയിൽസ് 4C's കരിക്കുലം വെരി ഇമ്പോർട്ടന്റ് ആണ്. ഡു കോയിൽസിന്റെ ഈ 4C എന്തൊക്കെയാന്നുള്ളത്. ഇതില് ഈ 4C എന്ന് പറയുന്ന ഫസ്റ്റ് വൺ കോണ്ടന്റ്, സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേഷൻ, തേർഡ് C എന്ന് പറയുന്ന കോഗ്നീഷൻ, ഫോർത്ത് C എന്ന് പറയുന്ന കൾച്ചർ. ഇതാണ് 4C. കോണ്ടന്റിലെ നമ്മൾ എപ്പോഴും ഒരു സബ്ജക്ട് മാറ്റർ, നമ്മൾ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനെയാണ് കോണ്ടന്റ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ലാംഗ്വേജ്. കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, നമുക്ക് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് നമ്മുടെ കൊഗ്നീഷൻ ലെവൽ. കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ലാംഗ്വേജ് ആയിക്കോട്ടെ ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു സിറ്റിസൺ ആണ് അല്ലെ. സൊസൈറ്റിയിൽ നമുക്ക് ഒരുപാട് എന്താ പറയാ ബാധ്യതകളും എല്ലാം ഉള്ള ഒരു സിറ്റിസൺ ആണ് നമ്മൾ. അതാണ് ഫോർത്ത് വൺ കൾച്ചർ. അപ്പൊ ഈ 4C എന്താന്നുള്ളത് എന്തായാലും നോക്കി വെക്കുക. ഡു കോയിൽസിന്റെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഈ ഒന്നും കൂടെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ കോണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെ നോളേജ് സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാന്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ലേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുക. കൊഗ്നീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ തിങ്കിങ് സ്കിൽസ്, നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൾച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്പോഷർ ടു അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ കൾച്ചറിനെ നമ്മുടെ സൊസൈറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് കൾച്ചർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഡു കോയിൽസിന്റെ 4C ഇത് 4ഉം കമ്പൈൻ ചെയ്യുന്ന ഒരു എലമെന്റ്സ് ആണ് കോണ്ടന്റ്, കമ്മ്യൂണിക്കേഷൻ, കൊഗ്നീഷൻ, കൾച്ചർ. നമുക്ക് കോണ്ടന്റ്സ് നന്നായിട്ട് അറിയുമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യണം അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അത് എഫക്റ്റീവ് ആവും. അപ്പൊ കോണ്ടന്റ്സിന് നമ്മളെ കണ്ടന്റ് നമുക്ക് വളരെ നന്നായിട്ട് അറിയുമെങ്കിൽ നമ്മുടെ കൊഗ്നീഷൻ ലെവലും വളരെ കൂടുതലായിരിക്കും. കൾച്ചറൽ ലെവലും നമ്മുടെ നല്ലൊരു എക്സ്പോഷർ നമുക്ക് ലഭിക്കും. അപ്പൊ ഇത് 4ഉം ഇന്റഗ്രേറ്റഡ് ആണ്, കണക്ഷൻ ഉണ്ട് ഡു കോയിൽസിന്റെ 4C. ഇനി ഇതില് ഈ ഒരു പേജില് CBI CLIL എന്ന് കണ്ടിട്ടില്ലേ? ഇത് മേ ബി നിങ്ങളുടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക് സെഷനിലൊക്കെ ഇതിന്റെ ഫുൾ ഫോം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫുൾ ഫോംസ് എല്ലാതും ഒരു പെർട്ടിക്കുലർ ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതൊന്ന് എക്സാം ഹോളിൽ കയറുന്നതിന് മുന്നേ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. അപ്പൊ CBI എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ, CLIL എന്ന് പറയുന്നത് കോണ്ടന്റ് ആൻഡ് ലാംഗ്വേജ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ്. ഇത് കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇതിന്റെ ഫുൾ ഫോം എന്താന്നുള്ളത് ഒന്ന് നോക്കി വെച്ചാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കണ്ടത്. ഇനി നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വെച്ചിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ, ഞാൻ ഈ പറയാത്ത ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കണം കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഇത്രയും കാര്യമാണ് തേർഡ് ചാപ്റ്ററിൽ. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഇമ്പോർട്ടന്റ് ആണോ? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആക്ച്വലി ഞാനിപ്പോ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫയൽസിൽ അത് കണ്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ കറന്റ് സിറ്റുവേഷനിൽ NCF-ന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ CBSE NCERT ഒക്കെ ഫോളോ ചെയ്യുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണ്. ഇപ്പൊ അത് റിവൈസ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നോക്കാതെ വിടരുത്. എന്തായാലും NCF-ന്റെ ഭാഗം ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടില്ല. അതിൽ ഈ NCF-നെ കുറിച്ച് വല്ലാതെ പറയുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ എന്തായാലും ആ ഒരു ടോപ്പിക് നോക്കി വെക്കണം കേട്ടോ. പക്ഷെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഞാൻ ഈ ഒരു ഭാഗം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇത് വിടരുത്, കാരണം നിലവിൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന് നല്ല ഇമ്പോർട്ടൻസ് ഇപ്പൊ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ വിടണ്ട. ഓക്കെ, ഒന്ന് നോക്കി വെച്ചാൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ തിയറീസ് ആണ്.
തിയറീസിൽ എല്ലാം തിയറിയാ പറയുന്നത്. അതിൽ ചില തിയറീസ് കുറച്ച് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുണ്ട്. നമ്മുടെ സ്കിന്നറിന്റെ തിയറി, ഷോംസ്കിയുടെ തിയറി, നമ്മുടെ ക്രാഷൻസ് തിയറി, പിയാഷെയുടെ തിയറി, വൈഗോസ്കിയുടെ തിയറി, ഈ 5 തിയറീസ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത്. അപ്പൊ അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓടിച്ചിട്ട് പറയാം. ഒരു മിനിറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ്ലി തിയറീസ് ആണ് കേട്ടോ. ലാംഗ്വേജ് ലേണിങ്ങിനെ കുറിച്ചിട്ടുള്ള കുറച്ച് തിയറീസ് ആണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്ലാറ്റോന്റെ തിയറി അത്ര ഇമ്പോർട്ടന്റ് അല്ല. വെൽ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് വൈഗോസ്കി, പിയാഷെന്റെ ഒക്കെ ഈ കാർട്ടീഷ്യൻ തിയറിയും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. ജോൺ ലോക്സിന്റെയും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് സ്കിന്നേഴ്സ് ഓപ്പറന്റ് കണ്ടീഷനിങ് മുതലാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടത്. അപ്പൊ ഈ സ്കിന്നേഴ്സിന്റെ ഇമിറ്റേഷൻ തിയറി മേ ബി ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇത് എളുപ്പമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മളിപ്പോ ഒരു കുട്ടി ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കും, അല്ലെ? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റിവാർഡ്, കുട്ടിക്ക് ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു സർപ്രൈസോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ കുട്ടി ആ ഒരു ആക്ട് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാനും അതൊരു ഹാബിറ്റ് ആക്കി മാറ്റാനും സാധ്യതയുണ്ട്, അല്ലെ? ഇതിനെയാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയാ. ഇതേപോലെ തന്നെ കുട്ടി എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പണിഷ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റ് ഫെയ്ഡ് ആയി പോവുകയും ചെയ്യും. ഇതാണ് സ്കിന്നേഴ്സിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് കേട്ടോ. നല്ല കാര്യങ്ങളാണെങ്കിൽ അതിനെ റിവാർഡ് ചെയ്തുകൊണ്ട് വീണ്ടും അതൊരു ഹാബിറ്റ് ആക്കി മാറ്റാം. ചീത്ത കാര്യങ്ങളാണെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുന്നതോടുകൂടി അത് ഫെയ്ഡ് ആയി പോവാം. ഓക്കെ, ഈ സ്കിന്നർ എന്ന് പറയുന്ന ഒരു ഫേമസ് ബിഹേവിയറിസ്റ്റ് ആണ്. rewarding the correct response and fixing it is the essence of this theory. ഈ സ്കിന്നേഴ്സിന്റെ തിയറിന്റെ വളരെ പ്രധാനമായിട്ടുള്ള എസൻസ് എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് റെസ്പോൺസ്, അല്ലെ? നല്ല കാര്യങ്ങൾ എന്താണോ അതിനെ റിവാർഡ് ചെയ്യുക, അതിനെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് ഫെയ്ഡ് ആയി പോവാതെ നല്ല കാര്യത്തിന് എന്ത് ചെയ്യുക? അത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് സ്കിന്നറിന്റെ ഈ ഒരു തിയറിന്റെ ഒരു എസൻസ് എന്ന് പറയുന്നത്. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു തിയറിസ്റ്റ് ആണ്, ബിഹേവിയറിസ്റ്റ് ആണ് സ്കിന്നർ. അതുപോലെ തന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കണ്ടീഷനിങ് എന്ന് പറയുന്നത്, കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താ? പീപ്പിൾ സ്റ്റാർട്ട് റിപ്പീറ്റിംഗ് ആക്ഷൻസ് ദാറ്റ് ലീഡ് ടു പ്ലഷർ ഓർ റിവാർഡ്. ആളുകൾക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ വളരെ ഇഷ്ടമാണ്, അല്ലെ? പ്രത്യേകിച്ച് നമുക്ക് റിവാർഡ് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിലോ നമ്മൾ എന്തായാലും ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യാനായി ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് പണിഷ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അല്ലെ? അതെല്ലാം നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ഇതിനെയാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സ്കിന്നേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ മെറിറ്റ്സ് സിമ്പിൾ ആണ്, നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെ? ചെറിയ എന്തെങ്കിലും ഒരു റിവാർഡ്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഗീവ് ഫീഡ്ബാക്സ് ഇൻ സം ഫോം. ഇനി നമ്മൾ റിവാർഡ്സ് മാത്രം നമ്മൾ എപ്പോഴും എന്തെങ്കിലും കൊടുക്കണമെന്നില്ല. നമ്മുടെ നല്ലൊരു ഫീഡ്ബാക്കും അവരെ എന്താണ് മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു ഹാബിറ്റ് ഫിക്സ് ചെയ്യാൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക, അത് അവരെ സക്സസിലോട്ട് എന്തായാലും ലീഡ് ചെയ്യും. ഓക്കെ, ഇതിന്റെ ലിമിറ്റേഷൻസ്, 1-2 ലിമിറ്റേഷൻസ് കൂടെ നോക്കി വെച്ചാൽ നന്നായിരിക്കും. സ്കിന്നറിന്റെ ചിൽഡ്രൻ ഓഫൺ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഇമിറ്റേറ്റ് കോംപ്ലക്സ് സൗണ്ട് ഓഫ് ദെയർ പാരന്റ്സ്, അല്ലെ? ചിലപ്പോൾ പാരന്റ്സ് ഇടുന്ന അല്ലെങ്കിൽ പാരന്റ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ചിലപ്പോൾ പല സമയങ്ങളിൽ കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് വരാറുണ്ട്. അതൊരു ലിമിറ്റേഷൻ ആണ്. കോംപ്ലക്സിറ്റി ഓഫ് ഗ്രാമർ വിച്ച് കനോട്ട് ബി എക്സ്പ്ലെയിൻ ത്രൂ മിയർ ഇമിറ്റേഷൻ ഓഫ് പാരന്റ്സ്. ചില ഗ്രാമർ ഭാഗങ്ങൾ ഭയങ്കര കട്ടിയുള്ളതായിരിക്കും, അല്ലെ? അത് ചിലപ്പോൾ എത്ര പാരന്റ്സ് ഇമിറ്റേറ്റ് ചെയ്താലും പറഞ്ഞു കൊടുത്താലും കുട്ടികൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ അത് കുട്ടികൾ എന്താണ് അവരുടെ കോൺഫിഡൻസ് ലെവൽ കുറക്കാനും അവരെ അതിൽ നിന്നും ഒരു വിഡ്രോവലിനും ഒക്കെ ഒരു ചാൻസ് ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻസ്. ഇത് ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്. This can result in learners giving up before they make any progress in learning a new language. അവർക്ക് പുതിയൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കണം എന്ന് കുട്ടികൾക്ക് നല്ല താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് ആ ഒരു കോംപ്ലക്സിറ്റി, ആ ഒരു ഗ്രാമറിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് മേ ബി അത് പഠിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു വിഡ്രോവൽ, അതൊരു മടുപ്പോ അല്ലെങ്കിൽ ഒരു
അവര് തോറ്റുപോകുമോ എന്നുള്ള ആ ഒരു പേടി ചിലപ്പോൾ കുട്ടികളെ ഇതിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, ഇനി ചോംസ്കിയുടെ യൂണിവേഴ്സൽ ഗ്രാമർ തിയറി, UG എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാമർ എന്നാണ് കേട്ടോ. ഇനി എന്താണ് ചോംസ്കിയുടെ തിയറി നോക്കാം. His work discusses the inborn faculty of language acquisition in children. കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ഇൻബോൺ ആയിട്ട് എന്തൊക്കെ ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങളെയാണ് ചോംസ്കി ഏറ്റവും കൂടുതൽ ആ ഒരു മേഖലയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബയോളജിക്കലി എന്തൊക്കെ കുട്ടികളിൽ ഉണ്ടാവുന്നുണ്ട് ആ സമയത്ത്, കുട്ടികളുടെ ബ്രെയിൻ, അവരുടെ ന്യൂറൽ സർക്യൂട്ട്സ്, ആ ഒരു ബർത്തിന്റെ സമയത്ത് എന്തൊക്കെ ലിംഗ്വിസ്റ്റിക് ഇൻഫോർമേഷൻ കുട്ടികളുടെ മൈൻഡിലുണ്ട് എന്നുള്ള ആ ഒരു ഇൻഫന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബർത്ത് റിലേറ്റഡ് സമയത്തുള്ള പല ലാംഗ്വേജ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് ചോംസ്കി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചോംസ്കി പറഞ്ഞത് എന്താന്ന് വെച്ചാല് ലാഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ലാഡ് അതായത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. നമ്മുടെ എല്ലാവരുടെ തലച്ചോറിലും അല്ലെങ്കിൽ ബ്രെയിനിലും ഓൾറെഡി ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ട് എന്നാണ് ചോംസ്കി പറഞ്ഞത് കേട്ടോ. അപ്പൊ അത് നമ്മുടെ ന്യൂറൽ സർക്യൂട്ടും എല്ലാം കൊണ്ട് എന്താ പറയുക കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. ആ ഒരു ലാഡിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പഠിച്ചെടുക്കാനും എല്ലാം സാധിക്കുന്നത് എന്നാണ് ചോംസ്കി പറഞ്ഞത്. അപ്പൊ ഈ ലാഡ് എന്ന് പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ് കേട്ടോ. ദ ചൈൽഡ് നീഡ്സ് ടു ഫോളോ ദ പർട്ടിക്കുലർ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഇറ്റ്സ് പിയേഴ്സ് ഫോളോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് പ്രൊഡ്യൂസ് ദെയർ നേറ്റീവ് ലാംഗ്വേജ്. കുട്ടി നമ്മൾ ഏതൊരു ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ, നമുക്ക് പറയുന്നതിൽ ഒരു റൂൾ ഉണ്ട് അല്ലെ. എന്തെങ്കിലും ഒന്നോ രണ്ടോ വേർഡ്സ് മാറ്റി മറിച്ച് വിട്ടാൽ ആ ഒരു ലാംഗ്വേജ് ആവുമോ? ഇല്ല. അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ് ആവുമോ? ഇല്ല. അപ്പൊ എല്ലാ ലാംഗ്വേജിനും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസ് വളരെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, ചോംസ്കിയുടെ കുറച്ച് ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. നോൺ വെസ്റ്റേൺ എന്തൊക്കെയാണ് Chomsky's work on language was theoretical. He was interested in grammar and much of his work consists of complex explanation. ചോംസ്കിയുടെ പല അഭിപ്രായങ്ങളും കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യമായിരുന്നു. അതിന് പ്രാക്ടിക്കലി ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു എന്താ പറയാ സത്യങ്ങളും അതിലുണ്ടായിരുന്നില്ല. ഫുള്ളി തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചോംസ്കി പറഞ്ഞത്. അതുമല്ല, ചോംസ്കി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള പാർട്ടിനാണ് കേട്ടോ. അതുപോലെ തന്നെ ഗ്രാമറ്റിക്കൽ റൂൾസിന്റെ എക്സ്പ്ലനേഷൻ, ഇത്തരം വർക്കിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ചോംസ്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനത്തെ കുറച്ചൊരു ലിമിറ്റേഷൻസ് ഒക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ അതിൽ വരുന്നതാണ് സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് കഴിഞ്ഞാൽ ചോംസ്കിയുടെ യൂണിവേഴ്സൽ ഗ്രാമർ തിയറി. അത് കഴിഞ്ഞാൽ ഷൂമാൻസിന്റെ അഫിൽട്രേഷൻ തിയറി ഞാൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് വായിച്ചോളൂ. എന്താണ് ഷൂമാൻസിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, പിന്നെയാണ് ക്രാഷൻസിന്റെ മോണിറ്റർ തിയറി. ഇത് ഞാൻ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടുണ്ട്. സ്റ്റീഫൻ ക്രാഷന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് തിയറി എന്താണ് എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഇവിടെ കറക്റ്റ് ആയിട്ടും ഈ തിയറിയിൽ ക്രാഷൻ പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷനും ലാംഗ്വേജ് ലേണിംഗും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ ആണ് കേട്ടോ. ഈസി ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് അക്വിസിഷൻ, നമുക്ക് ഓൾറെഡി അറിയുന്ന ലാംഗ്വേജ്, നമ്മുടെ മദർ ടങ്. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് പഠിച്ചെടുക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇംപ്ലിസിറ്റ് ആണ്, ഓൾറെഡി നമ്മുടെ ഉള്ളിലുള്ളതാണ്, സബ് കോൺഷ്യസ് പ്രോസസ്സിലുള്ളതാണ്. പക്ഷെ നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ നേടിയെടുക്കുന്നതാണ്. നമ്മുടെ കോൺഷ്യസ് പ്രോസസ്സിൽ നമ്മൾ അതിനെ പഠിച്ചെടുത്ത് ലേൺ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ പിക്ഡ് അപ്പ് ആൻഡ് യൂസ് ഇൻ ഇൻഫോർമൽ സിറ്റുവേഷൻ, നമുക്കറിയാം നമ്മുടെ മദർ ടങ് നമ്മൾ ഇൻഫോർമൽ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുക. സെക്കൻഡ് ലാംഗ്വേജ് കംപ്ലീറ്റ്ലി ഫോർമൽ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുക. ഫസ്റ്റ് ലാംഗ്വേജ് സ്റ്റേബിൾ ആയിരിക്കും. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും. ജസ്റ്റ് ആ ഒരു എന്താണ് ആ ഒരു സെക്കൻഡ് ലാംഗ്വേജും ഫസ്റ്റ് ലാംഗ്വേജും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഉള്ളത്, അതാണ് ക്രാഷന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് തിയറിയിൽ ക്രാഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൽ പിയാഷെയുടെയും വൈഗോസ്കിയുടെ കൂടെ വരുന്നുണ്ട്. പിയാഷെയുടെ തിയറി എന്ന് പറഞ്ഞാല് he put forth the theory of cognitive development in children. A child mentally analyzes information it receives from the sense when it interacts with objects, persons or events. Very minute, easy ആയിട്ട് പറഞ്ഞുതരാം. Such different mental impressions with one another comment. ഓക്കെ, ഇതെന്താന്ന് വെച്ചാലേ നമ്മളിപ്പോ ഒരു കുട്ടി
ആ കുട്ടിയുടെ എൻവയോൺമെന്റിൽ നിന്നും പല കാര്യങ്ങൾ ലേൺ ചെയ്തെടുക്കും അല്ലെ. ചില ഒബ്ജക്ട്സ് ആയിരിക്കാം, പേഴ്സൺസുമായിട്ട് സംസാരിക്കുന്നതായിരിക്കാം, പല ഇവന്റ്സ് ആയിരിക്കാം, ഒരുപാട് മെന്റൽ ഇംപ്രഷൻസ് കുട്ടികൾ റെക്കോർഡ് ചെയ്യും. നമ്മുടെ മൈൻഡില് ഇതിനെല്ലാം നമ്മൾ ഓരോ സ്കീമുകളായിട്ടാണ് നമ്മൾ ഇതിനെ സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ ഒരുപാട് സ്കീം ഉണ്ടായിരിക്കും. നമുക്ക് ഒരുപാട് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മളുടെ ഇന്ററാക്ഷൻസിൽ നിന്നും എൻവയോൺമെന്റിൽ നിന്നും പല കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കും, ലേൺ ചെയ്തെടുക്കും. ഇതിനെയെല്ലാം നമ്മൾ നമ്മുടെ മൈൻഡിൽ സ്കീമയായിട്ട് നമ്മൾ ഇതിനെ സേവ് ചെയ്ത് വെക്കും അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും എന്നാണ് പിയാഷെ പറഞ്ഞത് കേട്ടോ. When we receive new information from our environment, we compare it with our existing schema and we make sense of it. നമ്മൾ എന്തൊരു പുതിയ ഇൻഫോർമേഷൻ നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോഴും നമ്മളെ മൈൻഡ് എന്ത് ചെയ്യും, ഓൾറെഡി നമ്മളെ മൈൻഡിൽ ഉണ്ടായിരുന്ന കുറച്ച് എക്സിസ്റ്റിംഗ് സ്കീം ഉണ്ട് അല്ലെ, അതുമായിട്ട് കമ്പയർ ചെയ്യും. ഒരു പുതിയ ഇൻഫോർമേഷൻ വരുമ്പോ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷനുമായിട്ട് നമ്മുടെ മൈൻഡ് തന്നെ ഒരു കമ്പാരിസൺ നടത്തും. അങ്ങനെ കമ്പയർ ചെയ്ത് ബെസ്റ്റ് വണ്ണിനെ നമ്മൾ വീണ്ടും നമ്മുടെ സ്കീമയിൽ സെറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് പിയാഷെയുടെ സ്കീമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇത്രയാണ് കേട്ടോ. ആ സ്കീമ എന്താന്നുള്ളത് കാര്യങ്ങൾ നോക്കുക. ന്യൂ ഇൻഫോർമേഷൻസ് വരുമ്പോ അത് നമ്മുടെ ഓൾഡ് ഇൻഫോർമേഷൻസുമായിട്ട് ഓൾറെഡി ഒരു കമ്പാരിസൺ നടത്തിയിട്ട് നമ്മുടെ മൈൻഡിൽ അതിനെ സേവ് ചെയ്ത് വെക്കും. അതാണ് പിയാഷെയുടെ തിയറി. ഓക്കെ, അതിൽ ഈ ഒരു 4 കാര്യങ്ങളൊന്ന് പ്രത്യേകം നോക്കണേ. ഓർഗനൈസേഷൻ, അഡാപ്റ്റേഷൻ, അസിമിലേഷൻ, അക്കോമഡേഷൻ. ഞാനിപ്പോ ഈ പറഞ്ഞ സ്കീമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഈ 4 കാര്യങ്ങൾ അതിലൊന്ന് നോക്കണം. പിന്നെ ഇതില് പിയാഷെയുടെ ലിമിറ്റേഷൻസ് എന്തായിരുന്നു എന്ന് വെച്ചാല്, നമ്മളെ കുട്ടികളുടെ ഇമോഷണൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്, ഇതിനൊന്നും പിയാഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ എബിലിറ്റീസിന് അല്ലെ, കുട്ടികൾക്ക് പല എബിലിറ്റീസ് ഉണ്ടാവും, അതിന് പിയാഷെ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല. അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. അത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ കൾച്ചറൽ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് വലിയ ഒരു കാര്യങ്ങളൊന്നും പിയാഷെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കൾച്ചറൽ ഫാക്ടേഴ്സ് കൺസിഡറേഷനും കുറച്ച് കുറവാണ്. ലിമിറ്റഡ് ഫോക്കസ് ഓൺ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. നമ്മുടെ ഓരോ സ്റ്റേജിലും എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ 0 to 2 years കുട്ടി എന്തൊക്കെ ചെയ്യും, 2 to 4 years കുട്ടി എന്തൊക്കെ ചെയ്യും, അങ്ങനെ ആ ഒരു ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് പിയാഷെ അങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് പിയാഷെ കൊടുത്തിട്ടില്ല. ഇതെല്ലാമാണ് പിയാഷെന്റെ കുറച്ച് ലിമിറ്റേഷൻസ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു സ്കീമിന്റെ കാര്യങ്ങൾ, പിയാഷെയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരണം. ലാസ്റ്റ് വണ്ണാണ് ഇതില് വൈഗോസ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറി. വൈഗോസ്കി പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഹി ബിലീവ് ദാറ്റ് ദ കൾച്ചർ ഓഫ് ദ കമ്മ്യൂണിറ്റി ഇൻ ദ ചൈൽഡ് ലീവ് മേക്ക് എ പ്രൊഫൗണ്ട് ഇമ്പാക്ട് ഓൺ ഇൻ തിങ്കിങ്. ഒരു കുട്ടി ജീവിക്കുന്ന കൾച്ചർ, ആ കുട്ടി ജീവിക്കുന്ന സൊസൈറ്റി, ആ സൊസൈറ്റിക്ക് ആ കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു റോൾ ഉണ്ട് എന്നാണ് വൈഗോസ്കി പറഞ്ഞത്. ഒരു കുട്ടി ഏത് തരത്തിൽ ചിന്തിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതെല്ലാം ആ കുട്ടി ഏത് സിറ്റുവേഷനിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും. സോ ആ കുട്ടിയുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ കുട്ടീന്റെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റിനും. ഓക്കെ, കൾച്ചർ ഓഫ് ദ കമ്മ്യൂണിറ്റി ഈസ് പാസ്ഡ് ഓൺ ടു ദ ചൈൽഡ് ബൈ പാരന്റ്സ്, ടീച്ചേഴ്സ്, റിലേറ്റീവ്സ്. നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് നമുക്ക് പാസ് ചെയ്ത് തരുന്നത് ആരാണ്? നമ്മുടെ പാരന്റ്സ്, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ റിലേറ്റീവ്സ്. ഇവരെല്ലാം ആ ഒരു കൾച്ചറിനെ പാസ് ചെയ്ത് കൊണ്ടുവരാണ് അല്ലെ. അതാണ് ഇതിൽ വരുന്നത് കേട്ടോ. പിന്നെ emphasizes the fact that there is a requirement for a more knowledgeable person. MKO കൊടുത്തത് കണ്ടോ? ഇതിനെയാണ് മോർ നോളജബിൾ അതേഴ്സ് എന്ന് പറയുന്നത്. അതായത് ആസ് എ ഒരു ചൈൽഡ്, ഒരു കുട്ടിക്ക് എപ്പോഴും മുതിർന്നവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ലഭിക്കും. അപ്പോ നോളേജ് ലഭിക്കണമെങ്കിൽ നമ്മളെക്കാൾ പ്രായം കൂടുതലായിട്ടുള്ള അഡൽസുമായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കണക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് വൈഗോസ്കി പറഞ്ഞത്. അത് നമ്മുടെ പാരന്റ്സുമായിട്ടായിരിക്കാം, ഫാമിലി മെമ്പേഴ്സുമായിട്ടായിരിക്കാം, നമ്മുടെ ടീച്ചേഴ്സോ, എക്സ്പേർട്സോ, പ്രൊഫഷണൽസോ, ഇൻസ്ട്രക്ടേഴ്സോ ആര് വേണമെങ്കിലും ആവാം. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഈ ഒരു മോർ നോളജബിൾ പേഴ്സണുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇന്ററാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു കുട്ടിയുടെ സോഷ്യൽ നോളേജ് ഡെവലപ്പ് ചെയ്യുന്നതിൽ എന്നാണ് വൈഗോസ്കി പറഞ്ഞത് കേട്ടോ. അപ്പൊ ആ ഒരു ഇതിന്റെ ഒക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് വെച്ചിട്ട് പിന്നെ നമുക്ക് മാക്സിമം ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി സാധിക്കാം. ഇത് വൈഗോസ്കിയുടെ ഒരു ഫോം ബോർഡ് ടെസ്റ്റ് ആണ്. ഒരു കുട്ടിയും അച്ഛനും തമ്മിലൊരു കളി കളിക്കുമ്പോൾ എന്താന്നുള്ളത് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കൂ.
ഇനി ഇതിൽ പറയാനുള്ളത് ഒരു മിനിറ്റ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അതായത് നിങ്ങൾ ഈ ഒരു ഫിഗർ കണ്ടില്ലേ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു കറന്റ് ലെവൽ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കില്ലേ, നമ്മുടെ ഒരു പ്രസന്റ് ആക്ച്വൽ ലെവൽ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കും. നമ്മൾ ഇപ്പൊ എന്തിലാണുള്ളത്, പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു മാക്സിമം ലെവൽ ഓഫ് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കും. അതിനെയാണ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കറന്റ് ലെവലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാക്സിമം ലെവലിന്റെയും ഇടയിലുള്ള ആ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നമ്മുടെ ആ ഒരു കറന്റ് ലെവൽ ഡെവലപ്മെന്റിൽ നിന്നും നമുക്ക് എത്താൻ സാധിക്കാവുന്ന നമ്മുടെ പൊട്ടൻഷ്യൽ ലെവൽ ഡെവലപ്മെന്റിലോട്ട് എത്താൻ സാധിക്കാവുന്ന ആ ഒരു ലെവലും തമ്മിലുള്ള ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് ZPD എന്ന് പറയാം കേട്ടോ. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ബിയോണ്ട് റീച്ച് പ്രസന്റ് കാണാം. അത് നമ്മളെ കൊണ്ട് എത്തിപ്പെടാൻ സാധിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ്. അത് നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലോട്ട് എത്താൻ കഴിയില്ല. ഒരു ബിയോണ്ട് ദ ലെവൽ ആർക്കും കഴിയില്ലല്ലോ. നമ്മുടെ മാക്സിമം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ലെവലാണ് കേട്ടോ. ഇനി സ്കഫോൾഡിങ്, സിമ്പിൾ ആയിട്ട് പറയാണ്. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ കൈത്താങ് അല്ലെ. നമ്മുടെ ടീച്ചേഴ്സിന്റെ എല്ലാം ഒരു സപ്പോർട്ട് എപ്പോഴും നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വർക്കിന് നമുക്ക് വളരെ ക്വാളിറ്റി ഉള്ള വർക്കായിട്ടും നമുക്കൊരു ഓവറോൾ ഡെവലപ്മെന്റിനും സാധിക്കും എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. അപ്പൊ സ്കിന്നേഴ്സിന്റെ തിയറി ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ഷോംസ്കിയുടെ തിയറി, അതുപോലെ തന്നെ ക്രാഷന്റെ മോണിറ്റേഴ്സ് തിയറിയിലുള്ള ആ ഒരു 2 ഡിഫറൻസിയേഷൻ, ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് തമ്മിലുള്ള ഡിഫറൻസിയേഷൻ, പിന്നെ പിയാഷെയുടെ തിയറി, വൈഗോസ്കിയുടെ തിയറി, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റും സ്കഫോൾഡിങ്ങും എന്താണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ തന്നെ അത്യാവശ്യം ഈ ഒരു ചാപ്റ്ററിന് വരുന്ന എല്ലാം നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി ഒരു ചാപ്റ്റർ കൂടെ ഉണ്ട്, നമുക്കത് പെട്ടെന്ന് ഞാൻ പറയാം കേട്ടോ. ലാസ്റ്റ് ചാപ്റ്റർ നല്ല ബോറടി ആയിരിക്കില്ല, എനിക്കറിയാം. അത്ര സമയമൊന്നും ഇരിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. എന്താ ചെയ്യാൻ, നമുക്ക് വേറെ വഴിയില്ല. ഇനി നമുക്ക് നടത്താൻ സമയമില്ലല്ലോ. ഞാനൊരു 2 ചാപ്റ്റർ ഇന്ന് 3 ചാപ്റ്റർ വേറെ ദിവസം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങളെ ഇനി കൂടുതൽ ഇതിൽ ഇരുത്തുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് പറഞ്ഞു തീർക്കാം കേട്ടോ. ഐ സോ സോറി. ബോറടി ഒന്നുമില്ല മിസ്, എക്സാം ആയതും. എക്സാം ആവുമ്പോൾ നമുക്കൊരു പക്ഷെ ഞാൻ പറയാം, ഞാൻ ഈ റെക്കോർഡിംഗ് സെഷൻ കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യം പറയാം കേട്ടോ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ലാംഗ്വേജ് റിലേറ്റഡ് ഇഷ്യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബൈലിംഗ്വലിസം അല്ലെ. എന്തായിരുന്നു ബൈലിംഗ്വലിസം? ഞാൻ ഈ പേജ് മാറ്റാം. നമുക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ബൈലിംഗ്വലിസം നമ്മൾ മൾട്ടി ലിംഗ്വലിസം ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ബൈലിംഗ്വലിസം? രണ്ട് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും ബൈലിംഗ്വൽ. യെസ്, രണ്ട് ലാംഗ്വേജ് വളരെ ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈലിംഗ്വലിസം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതില് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ബൈലിംഗ്വലിസം, മാസ്റ്ററി ഓഫ് 2 ലാംഗ്വേജ്. ഇതിൽ ബൈലിംഗ്വലിസത്തിന് പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സൈമൾട്ടേനിയസ് ബൈലിംഗ്വലിസം, അതായത് എക്സ്പോഷർ ടു 2 ലാംഗ്വേജ് ഫ്രം ബർത്ത്. നമ്മൾ ജനിച്ച മുതൽ തന്നെ 2 ലാംഗ്വേജും ഒരേപോലെ എക്സ്പോഷർ ലഭിക്കുക അല്ലെ. ഇപ്പൊ ഫാദർ ഒരു ലാംഗ്വേജ് മദർ ഒരു ലാംഗ്വേജ് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ജനനം തൊട്ട് തന്നെ ആ കുട്ടിക്ക് 2 ലാംഗ്വേജിനും ഒരു എക്സ്പോഷർ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെയാണ് സൈമൾട്ടേനിയസ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. സെക്കൻഡ്, സീക്വൻഷ്യൽ ബൈലിംഗ്വലിസം, എക്സ്പോഷർ ടു സെക്കൻഡ് ലാംഗ്വേജ് ആഫ്റ്റർ ലേണിംഗ് ദ മദർ ടങ്. അതായത് നമ്മുടെ മദർ ടങ് നമ്മളെയൊക്കെ പോലെ തന്നെ മദർ ടങ് പഠിച്ചെടുത്തതിന് ശേഷം പിന്നീട് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് പോലെ അല്ലെങ്കിൽ അറബി പോലെയുള്ള സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനെയാണ് സീക്വൻഷ്യൽ ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. Next is balanced bilingualism. This occurs when an individual uses 2 languages with more or less equal ability. 2 ലാംഗ്വേജിനെയും ഒരേപോലെ
ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്നതിനെയാണ് ബാലൻസ്ഡ് ബൈലിംഗ്വലിസം എന്ന് പറയാ കേട്ടോ. നെക്സ്റ്റ് സെമി ബൈലിംഗ്വലിസം. സെമി എന്ന് പറയുമ്പോൾ ഒരു ലാംഗ്വേജിന്റെ മാസ്റ്ററി മറ്റുന്നതിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ഒന്നിപ്പോ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, പക്ഷെ തമിഴ് എനിക്ക് അത്രത്തോളം സംസാരിക്കാൻ കഴിയില്ല. അതിനെയാണ് സെമി ബൈലിംഗ്വലിസം എന്ന് പറയാം. ബൈലിംഗ്വലിസം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പോയിന്റ് ആക്കിയിട്ട് ഈ ഒരു 4 കാര്യം കൂടെ കൊടുക്കാൻ സാധിക്കും കേട്ടോ. അഡ്വാൻറ്റേജ് ആയിട്ട് പ്രോബ്ലം സോൾവിങ് സ്കില്ലും കരിയർ ഓപ്പർച്യൂണിറ്റി, ഫർദർ എഡ്യൂക്കേഷൻ, നമുക്ക് സ്കോപ്പ് കൂടുതലാണ്, നമുക്ക് അതർ കൾച്ചേഴ്സിനെ എല്ലാം മനസ്സിലാക്കാനും എല്ലാം നമുക്ക് സാധിക്കും. ജസ്റ്റ് മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുമ്പോൾ എന്താണ്, 2ൽ കൂടുതൽ ഭാഷകൾ വളരെ വ്യക്തമായിട്ട് സംസാരിക്കാൻ കഴിയുന്നതിനെയാണ് മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചാലഞ്ചസ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ് ഇൻ മൾട്ടി കൾച്ചറൽ ക്ലാസ് റൂം. നമ്മുടെ ക്ലാസ് റൂമിൽ മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള പല കുട്ടികളും ഉണ്ടായിരിക്കും അല്ലെ, പല കൾച്ചറിൽ നിന്നും പല ലാംഗ്വേജ് സംസാരിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം ഒരു ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വേരിയേഷൻ. ഇപ്പൊ ഇത്തരം മൾട്ടി കൾച്ചറൽ ക്ലാസ് റൂമിൽ എടുക്കുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചേഴ്സ് എല്ലാ ലാംഗ്വേജിലും പ്രൊഫിഷ്യൻസി ഉള്ള ടീച്ചർ ആയിരിക്കണം എന്നില്ല. അപ്പൊ ആ ഒരു വേരിയേഷൻ ടീച്ചറിന് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വളരെയധികം ഉണ്ടായിരിക്കും. കൾച്ചറൽ ഡിഫറൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. ഓരോരുത്തരും സംസാരിക്കുന്ന ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ, അത് ടീച്ചേഴ്സിന് കുറച്ച് ചാലഞ്ചിങ് ആണ്. ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽ, അതായത് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന കുട്ടികളായതുകൊണ്ട് ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ് നമ്മൾ ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അത് മേ ബി ഒരു 40 മിനിറ്റ്സ് ഓഫ് ക്ലാസ് റൂമിൽ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. സ്റ്റീരിയോ ടൈപ്പിംഗ് ആൻഡ് ബയാസ് അല്ലെ, പലതരത്തിലുള്ള മുൻവിധികൾ കൊണ്ട് ഓൾറെഡി മനസ്സിൽ കൊണ്ടുവന്ന് ഇരിക്കുന്ന കുട്ടികളായിരിക്കും. ആ ടീച്ചേഴ്സിന് വളരെ ചാലഞ്ചിങ് ആണ്. പിന്നെ ഡിഫറെന്റ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, മോട്ടിവേഷൻ ആൻഡ് എക്സ്പെക്ടേഷൻ, പാരന്റൽ ഇൻവോൾവ്മെന്റ് അല്ലെ, പല എക്സ്പെക്ടേഷൻ ആയിട്ട് വന്നിരിക്കുന്നവരായിരിക്കും. പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് ടീച്ചേഴ്സിന് ചലഞ്ചിങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു മൾട്ടി കൾച്ചറൽ ക്ലാസ് റൂം ആവുമ്പോൾ പലതരത്തിലുള്ള പ്രോബ്ലംസ് ടീച്ചേഴ്സ് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഡീൽ ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാമാണ് അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് കേട്ടോ. ഇനി യെസ്, ലിംഗ്വിസ്റ്റിക് ഇന്റർഡിപെൻഡൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് ഓഫ് ബൈലിംഗ്വൽ ആൻഡ് മൾട്ടിലിംഗ്വൽ ചിൽഡ്രൻ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഞാൻ 5 മാർക്സിലോ 10 മാർക്സിലോ ഏതിലോ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിലെന്താ പറയുന്നത് അറിയാം, CUP എന്ന് പറയുന്നത് കോമൺ അണ്ടർലൈങ് പ്രൊഫിഷ്യൻസി. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കപ്പ് എന്ന് പറഞ്ഞാൽ കോമൺ അണ്ടർലൈങ് പ്രൊഫിഷ്യൻസി ആണ്. ജിം കമൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണത്. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം the language skills developed in a person's first language can be transferred to second language. നമ്മൾ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോൾ ഓൾറെഡി നമുക്ക് കുറച്ച് ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്ഡ് ആയിട്ടുണ്ടാവും. ഈ ലാംഗ്വേജ് സ്കിൽസിനെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോഴും നമുക്ക് ഈ സ്കിൽസിനെ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലാതെ ഓരോ ലാംഗ്വേജ് പഠിക്കുമ്പോഴും ഒരുപാട് സ്കിൽസ് വേറെ അക്വയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലാംഗ്വേജ് പഠിച്ചെടുത്തപ്പോൾ നമ്മൾ അക്വയർ ചെയ്ത സ്കിൽസിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നാണ് ജിം കമൻസ് പറഞ്ഞത്. According to Cummins, the skill acquired in one language are not language specific, but rather represent a shared cognitive foundation that support learning across language. നമ്മളൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോൾ നമ്മൾ അതൊന്ന് അക്വയർ ചെയ്യുന്ന സ്കിൽ എന്ന് പറയുന്നത് ഒരിക്കലും ആ ലാംഗ്വേജിനെ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് മാത്രമുള്ള സ്കിൽസ് അല്ല. അത് ബാക്കി ഏതൊരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിലും അതിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ് കേട്ടോ. നമുക്ക് ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള സ്കിൽസ് ആണെന്നാണ് പറഞ്ഞത് ജിം കമൻസ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫർ ഓഫ് സ്കിൽസ്, ബൈലിംഗ്വൽ പ്രൊഫിഷ്യൻസി, അക്കാഡമിക് സക്സസ് ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു ഒന്നോ അല്ലെങ്കിൽ 2ൽ കൂടുതൽ ലാംഗ്വേജ് ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും ഓഫ് കോഴ്സ് അക്കാഡമിക്കിൽ നമുക്ക് നല്ലൊരു സക്സസ് ഉണ്ടായിരിക്കും. നമ്മുടെ ഫ്യൂച്ചറിന് അത് വളരെ നന്നായിട്ട് തന്നെ അതിനെ നേർച്ചർ ചെയ്യാൻ സാധിക്കും കേട്ടോ. ബൈലിംഗ്വൽ പ്രൊഫിഷ്യൻസി, രണ്ട് സംസാരം അല്ലെങ്കിൽ 2 ലാംഗ്വേജ് വളരെ പ്രൊഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല്, കോംപ്രിഹെൻഷൻ സ്കില്ല് എല്ലാം എന്താണ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി 5.6
ഓക്കെ, ഡെവലപ്പിംഗ് റൈറ്റിംഗ് സ്കിൽസ് ഫോർ റൈറ്റിംഗ് ഇൻ സ്പെസിഫിക് കോണ്ടന്റ് ഏരിയാസ്. നമ്മുടെ എഴുതാനുള്ള ഭാവന അല്ലെങ്കിൽ എഴുതാനുള്ള സ്കിൽസ് നമുക്ക് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. There is a vast difference between students answering questions in language subjects and answering. Yes, അതെന്താണെന്നറിയോ? നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് സബ്ജക്ട് പഠിക്കുകയാണെ, ഇംഗ്ലീഷ് സബ്ജക്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇംഗ്ലീഷിൽ നമ്മൾ ആൻസർ ചെയ്യുന്ന ആ ഒരു രീതിയും നമ്മൾ സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ അതിൽ ആൻസർ ചെയ്യുന്ന രീതിയും ഡിഫറെന്റ് ആണ് അല്ലെ. നമ്മൾ പെർട്ടിക്കുലർലി നമ്മൾ ഒരു സബ്ജക്ട് ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിൽ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സിന് നമ്മൾ അല്ലെങ്കിൽ ഗ്രാമറ്റിക്കൽ എറർ ഇനി വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ്, ഹിന്ദി, അറബി ഇതിലൊക്കെ പ്രധാനമായിട്ടും നോക്കുക നമ്മൾ ആ ഒരു സെന്റൻസ് എങ്ങനെ എഴുതി എന്നുള്ളതാണ്. അതിന്റെ ഗ്രാമറ്റിക്കൽ പാർട്ടിനാണ് കൂടുതൽ ടീച്ചേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷെ അങ്ങനെയല്ല, സയൻസും മാത്സും സോഷ്യലൊക്കെ എഴുതുമ്പോൾ ഗ്രാമറ്റിക്കൽ എറേഴ്സിന് ടീച്ചേഴ്സ് വല്ലാതെ കൺസിഡർ ചെയ്യില്ല. മറിച്ച് കോണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുകയുള്ളൂ അല്ലെ. അതാണ് നമ്മൾ റൈറ്റിംഗ് സ്കിൽസിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പൊ എസ്പെഷ്യലി കെമിസ്ട്രി ഒക്കെ നമുക്കറിയാം, കെമിക്കൽ റിയാക്ഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലാതെ നമ്മൾ ആ ഒരു സെന്റൻസ് എത്രത്തോളം ഗ്രാമർ ഒക്കെ യൂസ് ചെയ്ത് എഴുതി എന്നുള്ളതിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ റൈറ്റിംഗ് സ്കിൽസ് ആകുമ്പോൾ അത് ലാംഗ്വേജ് ബേസ്ഡ് ആണോ അല്ല സബ്ജക്ട് ബേസ്ഡ് ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി ആക്ടിവിറ്റീസ് എന്തൊക്കെ കൊടുക്കാം? കുട്ടികളുടെ റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ അവർക്ക് ഒരു എസ്സേ റൈറ്റിംഗ് പോലുള്ള സംഭവങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ലോങ് പാസേജ് എഴുതാൻ കുട്ടികളുടെ അടുത്ത് പറയാം. അതൊക്കെ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ അവരുടെ ഇമാജിനേറ്റീവ് സ്കിൽസും അവരുടെ അവര് ജോക്ക് അല്ലെ, നമ്മുടെ കുറച്ച് പൊട്ടിച്ചിരിക്കാനുള്ള കാര്യങ്ങൾ എഴുതാനും, പോയംസ് എഴുതാൻ, ഷോർട്ട് സ്റ്റോറീസ് എഴുതാൻ, അല്ലെങ്കിൽ ലീവ് ലെറ്റേഴ്സ് എങ്ങനെ എഴുതും, എങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് എഴുതും, ഇങ്ങനെയെല്ലാം കുട്ടികൾക്ക് പല ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിലൂടെ അവരുടെ ഡെവലപ്പിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് റൈറ്റിംഗ് സ്കിൽസ്. റൈറ്റിംഗ് സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്തത് one second. ഈ ഡെവലപ്പിംഗ് സ്കിൽസ് പറഞ്ഞിരുന്നു നമ്മൾ പറഞ്ഞു 5.4 പറഞ്ഞു, റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു, അതിന്റെ ആക്ടിവിറ്റീസ് നമുക്ക് എന്തൊക്കെ കൊടുക്കാന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി 5.7 സ്ട്രാറ്റജീസ് ഫോർ ഡെവലപ്പിംഗ് ഓറൽ ലാംഗ്വേജ് അല്ലെ. നമ്മൾ റൈറ്റിംഗ് അല്ല, ഓറൽ ആയിട്ടുള്ള നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് കൊടുക്കാം? ഡെയിലി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോരെ? കുട്ടികളുടെ അടുത്ത് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് വെക്കുക. അപ്പൊ അവർ ഓറലി ആൻസർ ചെയ്യും, അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അല്ലെ. ഒരു വേർഡ് വാൾ ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡിബേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുക, ഡിസ്കഷൻ, സെമിനാർ, ഇന്റർവ്യൂ, ഇത്തരം കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതിലൂടെ കുട്ടികൾക്ക് എന്താണ് അവരുടെ ഓറൽ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ആ ഒരു ഓറൽ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങള്. പിന്നെ ഇത് പറയുന്നത് എന്താ, റീഡിംഗ് ആയിട്ടുള്ള റീഡിംഗ്. ഇനി നമ്മൾ ഓറൽ കാര്യങ്ങൾ പറഞ്ഞു, റൈറ്റിംഗ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. റീഡിംഗ് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം? നമുക്കൊരു പ്രീ റീഡിംഗ് പ്രോസസ്സും പോസ്റ്റ് റീഡിംഗ് പ്രോസസ്സും റീഡിംഗ് പ്രോസസ്സും വെക്കാം അല്ലെ. എന്താ പ്രീ റീഡിംഗ് എന്ന് പറഞ്ഞാല്, നമ്മൾ ഓൾറെഡി എന്താണ് വായിക്കുന്നതിന്റെ മുന്നേ എന്ത് ചെയ്യുക, ഒന്ന് ഓവറോൾ ഒന്ന് കണ്ണോടിച്ച് വിടുക അല്ലെ. എന്തൊക്കെയായിരിക്കും ആ ഒരു പിക്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കുക. ആ ഒരു പിക്ചർ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സ്റ്റോറിന്ന് മനസ്സിലാക്കാൻ, അല്ല ആ ഒരു പിക്ചറിൽ നിന്ന് സ്റ്റോറി ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതിന്റെ സബ് ടോപ്പിക്സ് എന്തൊക്കെയാന്നുള്ളത് നോക്കുക. പുതിയ മീനിങ്സ് ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ആ ഒരു കോണ്ടന്റ് ഏരിയയിൽ ഒരു ഓവറോൾ ഗ്ലാൻസ് അല്ലെ, ഒന്ന് കണ്ണോടിച്ച് വിട്ട് എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പൊ തന്നെ നമുക്ക് ഒന്ന് കുറച്ച് ഇൻഫോർമേഷൻസ് കിട്ടും പ്രീ റീഡിംഗ് പ്രോസസ്സിൽ നിന്നും. പിന്നെ റീഡിംഗ് പ്രോസസ് ആകുമ്പോൾ എന്താണ്, ഓരോ പാരഗ്രാഫും വളരെ വ്യക്തമായിട്ട് വായിക്കാം, എന്താണ് അതിൽ വ്യക്തമാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സബ് ടോപ്പിക്സ് എന്തൊക്കെയാന്നുള്ളത് വെൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ ദ കോണ്ടന്റ് അണ്ടർ ഈച്ച് സബ്ജക്ട് ടോപ്പിക് ഷുഡ് ബി റീഡ്. വളരെ വ്യക്തമായിട്ട് റീഡിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് റീഡ് ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റ് വൺ ഇസ് പോസ്റ്റ് റീഡിംഗ് പ്രോസസ് അല്ലെ. അവസാനം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ്, നമുക്ക് ആ ഒരു ലെസന്റെ ഒരു സമ്മറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു മാപ്പ് രീതിയിലോ അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ടോ ഒരു വീൻ ഡയഗ്രമോ എന്തെങ്കിലും ബേസിൽ നമുക്ക് അതിനൊരു
ഷോർട്ട് ആക്കിയിട്ട് ഒരു സമ്മറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊന്നും കൂടെ നമുക്ക് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് അതിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റീഡിങ്ങിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളുള്ളൂ കേട്ടോ. 5th ചാപ്റ്ററിൽ നമുക്ക് ബൈലിംഗ്വലിസം ആണ്, മൾട്ടിലിംഗ്വലിസം എന്താണ്, ഓറൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, ഡിബേറ്റ്, ഇന്റർവ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളിൽ കുട്ടികളെ ഏർപ്പെടുത്തിക്കാം. പിന്നെ മൾട്ടി കൾച്ചറൽ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാന്നുള്ളത്, അവരുടെ ഈ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് പ്രശ്നം. പല തരത്തിലുള്ള പ്രോബ്ലംസ് കുട്ടികൾ ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ എസ്സേ റൈറ്റിംഗ്, ഷോർട്ട് സ്റ്റോറീസ്, പോംസ്, ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഇൻക്ലൂഡ് ചെയ്യുക, ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് കൊടുക്കുക. പിന്നെ റീഡിംഗ് ഏരിയാസ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, പ്രീ റീഡിംഗ്, റീഡിംഗ് ആൻഡ് പോസ്റ്റ് റീഡിംഗ് പ്രോസസ് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് 5th ചാപ്റ്ററിൽ പറയാനുള്ളത് കേട്ടോ. ഇത് നമ്മളിപ്പോ ഈ ഒരു 5 ചാപ്റ്ററിലും റിപ്പീറ്റഡ് ആയിട്ട് ലാസ്റ്റ് ഒരു കുറച്ച് ഇയേഴ്സിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. തിയറി ആകുമ്പോൾ വൈഗോസ്കിയുടെ തിയറി, പിയാഷയുടെ തിയറി, സ്കിന്നറുടെ തിയറി, ക്രാഷന്റെ തിയറി, ഇതിനെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മൾട്ടി ലിംഗ്വലിസം, ബൈലിംഗ്വലിസം, ആ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ്, 4 ലാംഗ്വേജ് സ്കിൽസ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, അതിനെ കുറിച്ചിട്ടൊരു ധാരണ വേണം. എന്താണ് ഹോം ലാംഗ്വേജ്, എന്താണ് സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഡൂക്കോയിൽസിന്റെ 4C, നമ്മൾ 4C എന്തൊക്കെയാണ്, കോണ്ടന്റ്, കമ്മ്യൂണിക്കേഷൻ, ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് അതെന്താണെന്ന് അറിയണം. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി ഇന്റഗ്രേഷൻ, ഇന്റർ ഡിസിപ്ലിനറി ഇന്റഗ്രേഷൻ, ട്രാൻസ് ഡിസിപ്ലിനറി ഇന്റഗ്രേഷൻ, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടും വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കുക. പിന്നെ നമ്മളെ ബേസിക് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ള നീഡ് ഓഫ് ലാംഗ്വേജ്, ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ്, ഗോൾസ് ഓഫ് ലാംഗ്വേജ്, എയിംസ് ഓഫ് ലാംഗ്വേജ്, ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്, ഇതിൽ എന്ത് ചോദിച്ചാലും തിരിച്ചും മറിച്ചൊക്കെ ഒരേ പോയിന്റ്സ് ഒക്കെ തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും കേട്ടോ. അതും ശ്രദ്ധിക്കാം. ഓക്കെ, അത്രയും കാര്യങ്ങള്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് റെക്കോർഡിംഗ് ഒന്ന് കാണുന്നുണ്ടോ? എനിക്കിത് റെക്കോർഡിംഗ് ഒന്ന് കാണാൻ പറ്റുന്നില്ല. റെക്കോർഡിംഗ് കാണുന്നുണ്ട്. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, അപ്പോ ഇത്രയാണ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇനി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ മോർ പോയിന്റ്സ് കളക്ട് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം ഒമിറ്റ് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇമ്പോർട്ടൻസ് കൂടുതൽ ഈ കാര്യത്തിന് കൊടുക്കുക. ബാക്കിയുള്ള ടോപ്പിക്സ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, ഇത്തരം പോർഷൻസ് എല്ലാം ഒഴിവാക്കരുത്. അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെക്കണം. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോർഷൻസ് എന്തായാലും വിടാതെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം. പോവരുത് കേട്ടോ, എനിക്ക് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.